ഇത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദീനു വന്നസീഹ, ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ നസീഹത്താണ്. ആർക്ക് എന്ന് ചോദിച്ചു സഹാബത്ത്? അള്ളാഹ്ക്ക് നസീഹത്ത്, അള്ളാഹ്ക്ക് അർഹമായ സ്ഥാനം വെച്ചു കൊടുക്കണം. വലി റസൂലി, അള്ളാഹിന്റെ റസൂലിക്ക് റസൂലുള്ളാഹിക്ക് അർഹമായ സ്ഥാനം വെച്ചു കൊടുക്കണം. വലി അയിമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ ഇമാമിങ്ങൾക്ക് അർഹമായ സ്ഥാനം വെച്ചു കൊടുക്കണം. എന്താണ് അതിന്റെ ഉദ്ദേശം? ഇമാം നവവി, ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പോലത്തെ ഈ ഹദീസിന്റെ ശറഹിൽ പറഞ്ഞത് കാണാം. തഖ്ലീദും ഫിൽ അഹ്കാം, അവര് പറയുന്ന തീരുമാനം സ്വീകരിക്കലാണ്, അംഗീകരിക്കലാണ്, അവരെ പിന്തുടരലാണ്. അപ്പൊ ഇമാമിങ്ങളെ പിന്തുടരണം എന്ന് നമ്മളെ പഠിപ്പിച്ചത് ഖുർആൻ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ചതാണ്. അവരെ വിധികൾ നമ്മൾ അംഗീകരിക്കണം. അത് ഞങ്ങൾ അംഗീകരിക്കുക എന്ന് പറഞ്ഞാലോ ഖുർആനിനെ വെല്ലുവിളിക്കലാണ്, അള്ളാഹിന്റെ റസൂലിനെ വെല്ലുവിളിക്കലാണ്. ആ വെല്ലുവിളിയാണ് വാസ്തവത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചിലർക്കൊരു സംശയമുണ്ടാകും, എന്നാ പിന്നെ എങ്ങനെ 4 വിധികൾ വന്നത്? അള്ളാഹിന്റെ റസൂൽ, അള്ളാഹിന്റെ ഖുർആനും അള്ളാഹിന്റെ റസൂലിന്റെ സുന്നത്തും നോക്കി വിധിക്കുകയാണെങ്കിൽ 4 വിധികൾ വന്നിട്ടുണ്ടല്ലോ. ഇല്ല, എല്ലാ വിഷയത്തിലും 4 വിധിയില്ല. ശരിക്കും മനസ്സിലാക്കണം. വളരെ ചുരുങ്ങിയ കാര്യങ്ങളിൽ 2 വിധികൾ പണ്ഡിതന്മാര് പറഞ്ഞ ചില സ്ഥലങ്ങളുണ്ട്. അതിനേക്കാൾ ചുരുങ്ങിയ ചില കാര്യങ്ങളിൽ 3 വിധികൾ പറഞ്ഞിട്ടുണ്ട്. വളരെ വളരെ ചുരുങ്ങിയ കാര്യങ്ങളിൽ മാത്രമാണ് 4 വിധികൾ ഉള്ളത്. ഏകദേശ കാര്യങ്ങളിലും ഖുർആനിലും ഹദീസിലും വ്യക്തമായി വന്ന കാര്യങ്ങളിലൊക്കെയും ഏകദേശ കാര്യങ്ങളിലും ഒരൊറ്റ മദ്ഹബാണ്, ഒരൊറ്റ വിധിയാണ്. എല്ലാവരും പറയുന്നത് പോലെയാണ്. 5 നേരം നിസ്കാരമുണ്ട്, തർക്കമില്ല. നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതണം, തർക്കമില്ല. 4 മദ്ഹബിലും ഖുനൂത്ത് ഓതണമെന്നാണ്. ഖുനൂത്ത് ഓതണ്ടാന്ന് ഒരു മദ്ഹബിലുമില്ല. പക്ഷേ ഖുനൂത്ത് എവിടെ ഓതണം എന്നതിൽ 2 വിധികളുണ്ട്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ വിധി, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ വിധി, തീരുമാനം അവർ മനസ്സിലാക്കിയ സഹാബത്തിൽ നിന്നും താബീകളും ഗ്രഹിച്ചെടുത്തുകൊണ്ട്, അതുപോലെ ഖുർആൻ ഹദീസിനെ ഗ്രഹിച്ചെടുത്തുകൊണ്ട് അവർ രണ്ടാളും വിധിച്ച വിധി വിത്ർ നിസ്കാരത്തിന്റെ അവസാനത്തിൽ ഖുനൂത്ത് ഓതണമെന്നാണ്. എന്താ കാരണം? അങ്ങനെ ഖുനൂത്ത് ഓതുന്ന മഹാന്മാരെ അവർ കണ്ടിട്ടുണ്ട്. സഹാബത്തിനെയും താബീകളെയും അവർ കണ്ടിട്ടുണ്ട്. അവരവരെ പിന്തുടർന്നു. എന്നാൽ സഹാബത്തും താബീങ്ങളും പലരും സുബ്ഹി നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതുന്നവരുണ്ട്. അവരെ കണ്ടവരാണ് മാലിക് ഇമാം റളിയല്ലാഹു അൻഹു, ശാഫി ഇമാം റളിയല്ലാഹു അൻഹു. ആ സഹാബത്തിന്റെ വിധിയെ പിന്തുടർന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ശാഫി ഇമാം റളിയല്ലാഹു അൻഹു, മാലിക് ഇമാം പറഞ്ഞു സുബ്ഹി നിസ്കാരത്തിൽ ഖുനൂത്ത് സുന്നത്താണ്. അപ്പൊ ഖുനൂത്ത് സുന്നത്താണെന്ന് 4 മദ്ഹബും പറയുന്നുണ്ട്. ഖുനൂത്ത് വിത്റിലും സുന്നത്തില്ല, സുബ്ഹിയിലും സുന്നത്തില്ല. അതാര് പറഞ്ഞു? ആ ഖദരിയത്തിന്റെ വാദമുള്ളവര്, ഇമാമിങ്ങളെ തുടരൂല എന്ന് പറഞ്ഞവര്. അവര് പറഞ്ഞു അതാ വിത്റിലും വേണ്ട ഖുനൂത്ത്, സുബ്ഹിയിലും വേണ്ട ഖുനൂത്ത്. പക്ഷേ അവര് സുബ്ഹാനല്ലാഹ് ഉംറക്ക് പോയി നോക്കുമ്പോ റമദാൻ മാസത്തിൽ വിത്റിൽ അതാ 1-ാമത്തെ ദിവസം പോയിക്കുന്ന ഖുനൂത്ത്. എന്താ കാരണം? ഹംബലി മദ്ഹബാണ്. അപ്പൊ ഇവിടുന്ന് മദ്ഹബ് വേണ്ട എന്ന് പറഞ്ഞിട്ട് കഅബത്തിന്റെ ചെന്ന് നോക്കുമ്പോ അവിടെ മദ്ഹബ് ഹംബലി മദ്ഹബ് അനുസരിച്ച് വിത്റിൽ ഖുനൂത്ത്. മനസ്സിലായില്ലേ? എന്നിട്ട് ചിലർ നമ്മളോട് ചോദിക്കും, കഅബത്തിന്റെ അടുക്കൽ സുബ്ഹിയിൽ ഖുനൂത്ത് ഉണ്ടോ? കഅബത്തിന്റെ അടുക്കൽ ഇമാമത്തിക്കുന്ന ആള് സുബ്ഹിയിൽ ഖുനൂത്ത് ഓതരുത് നമ്മളെ മദ്ഹബ്. അതിന്റെ അയാൾ ഹംബലി മദ്ഹബുകാരനാണ്. ഹംബലി മദ്ഹബുകാരൻ വിത്റിലാ ഖുനൂത്ത് ഓതണ്ടെന്നാ ശാഫി മദ്ഹബ്. അങ്ങനെയുള്ളത് നമ്മുടെ ശാഫി മദ്ഹബിന്റെ ഫത്വൽ മേൽ എന്താ ഉള്ളത്? ഫത്വൽ മേലുള്ളത് ഓരോ മദ്ഹബുകാരും അതേ മദ്ഹബ് അനുസരിച്ച് നീങ്ങണോ. അപ്പൊ മക്കത്തെ ഇമാമ് വിത്റിൽ ഖുനൂത്ത് ഓതണമെന്നാണ് നമ്മളെ ശാഫി മദ്ഹബിന്റെ ഫിഖ്ഹിൽ ഫത്വൽ മേലുള്ളത്. അപ്പൊ നമ്മളെ മദ്ഹബ് അനുസരിച്ച് ഉപരി നടക്കുന്നത്. നമ്മളെ മദ്ഹബ് എന്താണ്? ഹംബലി മദ്ഹബുകാരൻ വിത്റിൽ ഖുനൂത്ത് ഓതേണ്ടത്. നമ്മളെ മദ്ഹബ് അടുണ്ട്. പിന്നെ അതേ സമയത്ത് ഹംബലി മദ്ഹബുകാരായ ഇമാമികൾ എന്താ പറയുന്നത്? ശാഫി മദ്ഹബുകാര് അവര് സുബ്ഹിയിൽ ഖുനൂത്ത് ഓതണമെന്നാണ് അവര് പറയുന്നത്. അങ്ങനെ 4 മദ്ഹബും സത്യമാണ്. 4ഉം പരസ്പരം എതിരുമില്ല, തമ്മിൽ എതിർപ്പുമില്ല, ആക്ഷേപമില്ല. 4ആളും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കില്ല. 4 കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകാരമാണ്. കാരണം 4ഉം തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. 4ഉം തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. തെളിവില്ലാതെ ആരും ഒന്നും പറഞ്ഞില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഖുനൂത്ത് വേണം എന്നതിൽ തർക്കമില്ല. ഒറ്റ മദ്ഹബ്. ഖുനൂത്തിന് എവിടെ എന്നതിൽ 2 വിധി, ഒന്ന് വിത്റിൽ, ഒന്ന് സുബ്ഹിയിൽ. നമുക്ക് പിന്നെ റമദാന്റെ അവസാനത്തെ പകുതിയിലും വിത്റിൽ സുന്നത്ത് നമുക്കുണ്ട്. ഇരിക്കട്ടെ, എനിക്കണ്ടോ നിങ്ങൾ? ഇനി മറ്റൊന്ന് പറയാം. 3 അഭിപ്രായം ചില വിഷയത്തിൽ 3 വളരെ ചുരുങ്ങിയ വിഷയം. ഉദാഹരണം, ഒന്നുമെടുക്കുന്ന സമയത്ത് തല തടകണം എന്നുള്ളത് ഒറ്റ മദ്ഹബ്. എല്ലാ ഇമാമിങ്ങളും തലയിടണം. എത്ര തടകണം? ശാഫി ഇമാം എന്താന്ന് പറഞ്ഞു? ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു ഫംസഹു ബിറൂസിക്കും, തല തടകണം.
തടകണം. തടകി എന്ന് പറയാൻ മാത്രം തടകണം. അപ്പൊ എത്ര കുറച്ചായാലും ഇല്ല, തലയായിരിക്കണം തടയുന്നത്. ഷാഫി ഇമാം തല തടയണമെന്നല്ലോ. ഒരാളെ തല തൊട്ടുന്നതിനെ ഒട്ടാകെ തൊടണ വേണ്ട. ഒരാളെ ഹജ്ജിന് വന്ന സമയത്ത് തലമറക്കരുത് എന്ന് പറഞ്ഞു. ഹജ്ജിന് ഇറാൻ കിട്ടിയാലേ അയാൾ തീർത്തും മറിച്ചില്ല, കുറച്ച് സ്ഥലം മറിച്ച്. എന്നാലും പറ്റൂലല്ലോ. അപ്പൊ തല മറിച്ചു എന്ന് പറയാൻ കുറച്ച് മറിച്ചാൽ മതിയല്ലോ. ഷാഫി ഇമാമുള്ളതിന്റെ ന്യായം. അപ്പൊ തല തടകി എന്ന് പറയാൻ കുറച്ച് അടിയാൽ മതിയല്ലോ. അപ്പോ മറ്റൊരു ഇമാമ് എന്ത് പറഞ്ഞു? മൂർദാവിന്റെ അത്രയെങ്കിലും തടകണം. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലപ്പാവ് ധരിച്ചു കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. അല്ലാഹു റസൂൽ എപ്പോഴും തലപ്പാവ് ധരിക്കും. മൗലവിമാർ പോലെ ഈ തെങ്ങുമക്കാരും പോലെ മിമ്പർമക്കാരല്ല, നിസ്കരിക്കലുമില്ല. അവന് ജോർജ് ബുഷിനെയാണ് തുടർന്നത്, റസൂലുള്ളാഹിനല്ല. അതുകൊണ്ടാണ് ഈ തലമറക്കാണ്ട് മിമ്പർമ കയറുന്നത് മെഹ്റാബിലും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലപ്പാവ് ധരിച്ചിരുന്നു. ഒന്നുമെടുക്കുമ്പോ സഹീഹ് മുസ്ലിമിൽ ഹദീസ് കാണാം, തലപ്പാവ് അങ്ങ് പൊക്കിയിട്ട് ഈ മൂർദാവിന്റെ സ്ഥലം തടവും, തല തടവും, ബാക്കി തലപ്പാവിന്റെ മുകളിൽ തടവും. അപ്പൊ മനസ്സിലായി ഒരു മൂർദാവിന്റെ അത്രയെങ്കിലും തടവണോ. അങ്ങനെ ഒരു മദ്ഹബ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ്, അല്ലെങ്കിൽ ഒരു 4 തടവണം, അങ്ങനെ ഒരു മദ്ഹബ്. ഇപ്പൊ രണ്ടഭിപ്രായം. മറ്റൊരു മദ്ഹബ് തല മുഴുവനും തടകണം, മാലിക്കി മദ്ഹബ്. അത് തല തടകണോ എന്നുള്ളൊരു തർക്കില്ല. എന്നാൽ ഒന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം, മുഴുവനും തടകണോ എന്നുള്ളൊരു തർക്കമുണ്ടോ? അതിനും തർക്കില്ല. മുഴുവനും തടകണം തന്നെ ഷാഫി ഇമാം റളിയല്ലാഹു പറയും. ഫതുൽ മുഅ്മിൻ എന്താ ഉള്ളത്? തല മുഴുവനും തടകണം. എന്തിന്? ഖുറൂജ മിൻ ഖിലാഫി വ ഔജബഹു. അത് നിർബന്ധമാണെന്ന് തന്നെ മാലിക് ഇമാമിന്റെ അഭിപ്രായം കൂടി സ്വീകരിക്കാൻ വേണ്ടിയും തല തീർത്തും തടകണമെന്ന് തന്നെയാണ് അതിനുള്ളത്. പക്ഷേ അതിന് സുന്നത്ത് എന്നോ പേര് വരേണ്ടത്, വുജൂബ് എന്നോ പേര് വരേണ്ടത്, ഇതിലേ തർക്കമുള്ളൂ. അങ്ങനെ ഒരാൾ തീർത്തും തടയില്ല, അയാൾ നിസ്കാരം പാത്തിലാൻ രണ്ടാമത് നിസ്കരിപ്പിക്കണോ, രണ്ടാമത് ഒതുപിക്കണോ? അത് വേണ്ടാന്ന് ഷാഫി ഇമാം. രണ്ടാമത് ഒതുപിക്കണം എന്ന് മാലിക് ഇമാം. അതിലെ തർക്കമുള്ളൂ. തീർത്തും തടകൽ സുന്നത്താണെന്നും കൽപ്പിക്കപ്പെട്ടതാണെന്നും ചെയ്യേണ്ടതാണെന്നും അതിന് തർക്കില്ല. അപ്പൊ യഥാർത്ഥത്തിനൊരു തർക്കം എന്ന് പറയാനുള്ളത് തടകണം എന്നുള്ളൊരു തർക്കമില്ല. ഇങ്ങനെയാ മദ്ഹബ് തന്നെ. അപ്പൊ 3. ഇനി നിങ്ങൾ നോക്കും, കൈകെട്ടല്. ഒന്ന് നിസ്കരിക്കുമ്പോൾ കൈകെട്ടൽ, അതിന് മദ്ഹബാ. ഹനഫി മദ്ഹബ് പൊക്കിളിന്റെ ചോടെ, ഷാഫി മദ്ഹബ് പൊക്കിളിന്റെ മേലെ നെഞ്ഞിന്റെ ചോടെ, മാലിക്കി മദ്ഹബ് താഴ്ത്തിയിടുക. 3 അല്ലാത്ത 4ാമത്തെ അഭിപ്രായം ഇല്ല. 3 മദ്ഹബേ അതിലുള്ളൂ. 4 മദ്ഹബിൽ 3 അഭിപ്രായം. അവിടെ എന്ത് ചെയ്തു? ഒരു കൂട്ടര് 5ാമത്തെ അഭിപ്രായം കൊണ്ടുവന്നു. 5ാം മദ്ഹബ് അതില്ല, 4 ഉള്ളൂന്നാ. 4 തുടരണമെന്ന് പറഞ്ഞാൽ 4ൽ 1 തുടരണമെന്ന് പറഞ്ഞാൽ 5ാമത്തത് ഇല്ലേ ഇല്ല. 5ാമത്തെ മദ്ഹബാണ്. 4 ഇമാമിങ്ങളും പറയാത്ത അഭിപ്രായമാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ഫോമറിന്റെ മേലെ വരച്ച പോലെ നെഞ്ഞിന്റെ മുകളിൽ ഡേഞ്ചർ, ഖതര, അപായം, തുടരുത്, തുടരരുത് എന്നതിനൊരു തെളിവ്. ഇത് 4 മദ്ഹബിലുമില്ല. അത് ഇസ്ലാമിലില്ലാത്ത ഉണ്ടാക്കിയതാണ്. ഇസ്ലാമിലില്ലാത്ത അങ്ങനെ മുൻഗാമികൾ ആരും ചെയ്തിട്ടില്ല. ഇനി ഇതുപോലെ നിങ്ങൾ മനസ്സിലാക്കണം, മദ്ഹബ് വളരെ ചുരുങ്ങിയ ചില വിഷയത്തിന് 4 ഉണ്ടാവും. അങ്ങനെ ഒരു ഉദാഹരണം ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരാള് സത്യം ചെയ്തു, ഹീനിൽ എന്റെ ഭാര്യയെ തൊടൂല സത്യം ചെയ്തു. അപ്പൊ അയാൾക്ക് ഇനിയിപ്പോ ഭാര്യനെ തൊടാൻ പറ്റുമല്ലേ? അയാളിങ്ങനെ ആലോചിച്ചു. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്നത്തെ മുജ്തഹിദായ ഇമാമാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മരിക്കുന്നവരെ എനിക്ക് തൊടാൻ പറ്റൂല. ഒരു സങ്കടത്തോടെ വരുമ്പോ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, എന്താണ് ഭയങ്കര സങ്കടം, ഞാൻ എന്റെ ഭാര്യനെ ഹീനി തൊടൂലാന്ന് സത്യം ചെയ്തു. എന്നിട്ടോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചപ്പോ മരിക്കുന്നവരെ തൊട്ടുടാന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഒരു 40 കൊല്ലം കഴിഞ്ഞാൽ തൊടാന്ന്. 40 കൊല്ലം കഴിഞ്ഞാൽ തൊടാ. അപ്പൊ ഇയാൾ 40 കൊല്ലം കഴിഞ്ഞ് ഭാര്യനെ തൊടാൻ ഞാൻ ഉണ്ടാവൂ? അതിനെക്കാണ് ചുരുക്കി കിട്ടുമോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒന്ന് കണ്ടാലോ? വേറൊരു ഇമാമാ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പോയി കണ്ടു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, 1 കൊല്ലം കഴിഞ്ഞാൽ തൊടാൻ. അപ്പൊ മൂപ്പർക്ക് മനസ്സിലൊരു ധാരണ, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു കണ്ടാലും നാളെ തന്നെ തൊടാൻ കഴിയോ? അലി റളിയല്ലാഹു അൻഹു കാണാൻ പോയി. അലി റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന് തൊണ്ട, നാളെ എന്തായാലും തൊടുന്നതിന് കുഴപ്പമില്ല. 4 മദ്ഹബ്, ഒരു വിഷയത്തിന് 4 വിധി, 4 ആള് 4 വിധി. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വന്നു, അദ്ദേഹം വിഷയം പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 ആളെയും വിളിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ അബൂബക്കറെ നീ ഇങ്ങനെ മരിക്കുന്നവരെ തൊട്ടുടാന്ന്? നബിയെ, ഇയാൾ സത്യം ചെയ്തത് ഹീനിൽ തൊടൂലാണ്. ഹീൻ എന്ന പദം ഉപയോഗിച്ചത്. ഹീനിൽ തൊടൂല. ഹീൻ എന്ന് പറയുന്ന പദം ഖുർആനിൽ മരിക്കുന്നവരെയുള്ള അർത്ഥത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ ജനങ്ങളെ പറ്റി പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞു, വമത്തഅനാഹും ഇലാ ഹീൻ. മരിക്കുന്നവരെ അവരെ നമ്മൾ സൂചിപ്പിച്ചു. മരിക്കുന്നവരെ. അപ്പൊ മരിക്കുന്നവരെ തൊട്ടുകൂടാതെ പറഞ്ഞു ഹീൻ എന്ന് അയാൾ പറഞ്ഞു. അപ്പൊ ഖുർആൻ തെളിവാണ്, അപ്പീലില്ല. സിദ്ദീഖുല്ലൊക്കെ മാറിക്കട്ടെ. ഉമറ, നീ എന്താ പറഞ്ഞു 40 കൊല്ലം കഴിഞ്ഞാൽ തൊടാൻ?
നബി എനിക്കും ഖുർആനാ തെളിവ്. ഖുർആൻ എന്താ പറഞ്ഞു? ആദം നബി അലൈഹി സ്വലാമിനെ കളിമണ്ണ് കൊണ്ട് പഠിച്ചിട്ട് റൂഹ് താണ്ട് അവിടെ വെച്ചു, റൂഹ് കൊടുക്കാണ്ട് അവിടെ വെച്ചു 40 കൊല്ലം. അതിനെപ്പറ്റി അള്ളാഹ് പറഞ്ഞു മനുഷ്യന്മാർക്കൊരു ഹീന് വന്നില്ലയോ അന്നൊരു പറയാൻ പറ്റുന്ന സാധനമല്ല. അപ്പൊ 40 കൊല്ലത്തിന് ഖുർആനിൽ ഹീന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇയാൾ ഹീനിൽ തൊടൂലാന്നെ അവിടെ 40 കൊല്ലം തൊട്ടുകൂടാന്ന് ഞാൻ പറഞ്ഞു. ഖുർആൻ തെളിവ്. ഉമറേ മാറിക്ക് ഉസ്മാന നീ എന്താ 1 കൊല്ലം കഴിഞ്ഞാൽ തൊടാന്ന് പറഞ്ഞേ? നബി എനിക്കും ഖുർആൻ തന്നെ തെളിവ്. എവിടെ തെളിവ്? അള്ളാഹു തആല ഒരു മരത്തെ ഉദാഹരണമാക്കിയിട്ട് പറഞ്ഞു തൂത്തി ഉക്ലഹാ കുല്ല ഹീൻ, എല്ലാ കൊല്ലവും അതിന്റെ പഴം കൊടുക്കൂന്ന് പറഞ്ഞു. അപ്പൊ ഒരു കൊല്ലത്തിന് എന്ത് പറഞ്ഞു? ഹീൻ എന്ന് പറഞ്ഞു. അപ്പൊ 1 കൊല്ലം തൊട്ടുകൂടാന്ന് ഞാൻ അതിൽ മനസ്സിലാക്കി പറഞ്ഞു. മാലിക് ഉസ്മാനെ അലിയ നീ എന്താ വളരെ പെട്ടെന്ന് നാളെ പോകാന്ന് പറഞ്ഞു. നബി എനിക്ക് 3 സ്ഥലത്ത് തെളിവാണ്. ഖുർആനിൽ 3 സ്ഥലത്ത് എനിക്ക് തെളിവാണ്. എവിടെ ഖുർആനിൽ? ഖുർആനിൽ ഞാൻ പറഞ്ഞുതരാം. ഫസുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ വലഹുൽ ഹംദു ഫിസ് സമാവാതി വൽ അർളി വഅശിയ്യൻ വഹീന തുദ്ഹിറൂൻ. ഇവിടെ ഹീന തുംസൂന, ഹീന തുസ്ബിഹൂന, ഹീന തുദ്ഹിറൂന എന്നൊക്കെ പറഞ്ഞ ഒരു ദിവസത്തെ 5 നേരത്തെ നിസ്കാരത്തെ പറ്റിയാണ്. ഒരു ദിവസം 5 നേരത്തെ നിസ്കാരം അത് പറയുന്ന സ്ഥലത്ത് ഒരു ദിവസത്തിൽ നേരം വെളുക്കുമ്പോ വൈകുന്നേരം ആകുമ്പോ എന്നിങ്ങനെയുള്ള സ്ഥലത്താണ് ഹീന ഹീന എന്നുള്ള പറഞ്ഞത്. അപ്പൊ ഒരു ദിവസത്തിനും ഹീന എന്ന് പറയും. ഇയാൾ പറഞ്ഞു ഹീനിൽ തൊടൂല എന്നാണ്. അത് വന്ന് ഒരു ദിവസം തൊട്ടൂടാ, നാളെ തൊടുന്നതിന് കുഴപ്പമില്ല, ആയത്താണ് തെളിവ്. അള്ളാന്റെ റസൂൽ പറഞ്ഞു അസ്ഹാബി കന്നുജൂം, എന്റെ സഹാബികൾ നക്ഷത്രങ്ങളെ പോലെയാണ്. കടലിൽ നിന്ന് കരയറിയാതെ ബുദ്ധിമുട്ടുന്ന കക്ഷികൾക്ക് ഏത് നക്ഷത്രം ലക്ഷ്യം വെച്ചും കര പിടിക്കാവുന്നത് പോലെ ആരെ പിന്തുടർന്നാലും ആരെ തുടർന്നാലും നിങ്ങൾ സന്മാർഗത്തിലാണ്. അതേ പിന്തുടർച്ചാവകാശമാണ്. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ഉള്ളത്. അതുകൊണ്ടാണ് ഗസാലി ഇമാം പറഞ്ഞത് അൽ-അഇമ്മത്തു കന്നുജൂം, ഇമാമിങ്ങൾ നക്ഷത്രങ്ങളെ പോലെയാണ്. ഫബിഅയ്യിഹിൻ ഇഖ്തദാ ഇഹ്തദാ, ആരെ പിന്തുടർന്നാലും സന്മാർഗത്തിലാണ്. എല്ലാവർക്കും തെളിവ് പ്രമാണമാണ്. ഖുർആനാണ്, ഹദീസാണ്, ഇജ്മാഅാണ്, ഖിയാസാണ്. ഇനി നിങ്ങൾക്ക് ഒരു നാടൻ ഉദാഹരണം. എനിക്ക് കുടിക്കാൻ വേണം. അപ്പൊ ഞാൻ പറഞ്ഞു സ്റ്റേജിൽ വന്ന് എനിക്ക് കുടിക്കാൻ വേണോ? 4 പേർക്ക് എങ്ങനെയാ വരുന്നതെന്ന് മനസ്സിലാക്കാനാ പറഞ്ഞു. അപ്പൊ ഒരാൾ എന്ത് ചെയ്തു? ചൂടുവെള്ളം കൊണ്ട് തന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കുടിച്ചു. വേറൊരാൾ എന്ത് ചെയ്തു? നല്ല ഇളനീർ പറിച്ചു കൊടുത്തത്. ചൂടുവെള്ളം കൊണ്ട് തന്ന ആളെ ന്യായം പ്രസവിക്കുന്ന സമയത്ത് സൗണ്ട് കിട്ടാൻ നല്ല ചൂടുവെള്ളം കുടിക്കുന്നതാണ്. അപ്പൊ ചൂടുവെള്ളം തന്നു. ഇളനീർ കൊണ്ട് തന്ന ആളെ ന്യായം പ്രസവിക്കുമ്പോൾ ക്ഷീണം ഉണ്ടാവും, ക്ഷീണം മാറാൻ നല്ല ഇളനീരാണ്. അയാൾ ഇളനീർ കൊണ്ടു. ഞാൻ പറഞ്ഞു കുടിക്കുന്നത് വേണോന്നാ. വേറൊരാൾ പാല് കൊണ്ട് തന്നു. അയാളെ ന്യായം മൊയിലാറൊന്നും ഉഷാറായി തടിക്കട്ടെ, നല്ല ജോറാട്ടെ ഇതാണ്. അങ്ങനെ ഒരാൾ പാല് കൊണ്ട് തന്നു, ആരോഗ്യം കിട്ടാൻ വേണ്ടി. മറ്റൊരാൾ A ക്ലാസ് കട്ടൻ ചായ. അയാളെ ന്യായം ഒന്ന് ഉണരട്ടെ, ഒരു ഉണർവുണ്ടാകട്ടെ ഇതാ. 4 ആൾ കൊണ്ടൊന്നും ശരിയല്ലേ? ഞാൻ പറഞ്ഞ എന്താണ്? കുടിക്കുന്നത് വേണോ? ഇതുപോലെ അള്ള പറഞ്ഞ് തല തടകണോ? കുറച്ച് തടിയാനും 4 തടിയാനും തീർത്തും തടിയാനും തലടലന്നല്ലേ? അതുപോലെ അള്ളാഹു ഒരു കാര്യം പഠിപ്പിച്ചു, റസൂൽ ഒരു കാര്യം പഠിപ്പിച്ചു. അത് 4 വിധത്തിലും പറയാൻ പറ്റുന്നതാവുമ്പോ, 4 വിധത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാകുമ്പോ 4 വിധത്തിലുണ്ടാവും. 3 വിധത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന 3 വിധത്തിലുണ്ടാവും. 2 വിധത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന 2 വിധത്തിലുണ്ടാവും. എനിക്ക് കേട്ടോ നിങ്ങൾ ഉദാഹരണം. ഖുർആനിൽ അല്ലാഹ് ആയത്തിറക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തിറക്കി. കൊടുത്ത ആയത്ത് ഖുർആനിൽ അല്ലാഹ് ആയത്തിറക്കി വൽ മുതല്ലഖാതു യതറബ്ബസുന ബി അൻഫുസിഹിന്ന സലാസത ഖുറൂ. വിവാഹമോചനം നൽകപ്പെട്ട സ്ത്രീ 3 ഖറു കാത്തിരിക്കണം വേറെ വിവാഹം കഴിക്കണമെങ്കിൽ. 3 ഖറു. ഖറു എന്ന് പറയുന്നത് എന്തിനാ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അർത്ഥം മനസ്സിലാക്കി. ഖറു എന്ന് പറഞ്ഞാൽ മെൻസസ്, ഹൈദ്. അപ്പൊ 3 ഹൈദ് കഴിയണം. ആര് പറയുന്നു? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നാ അതേ വാചകത്തിന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണ്. ആയിഷ ബീബി സ്വർഗ്ഗത്തിലാ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലാ, തർക്കമില്ലല്ലോ. ആയിഷ ബീബി അതിന്റെ അർത്ഥം മനസ്സിലാക്കി. 3 ഖറു എന്ന് പറഞ്ഞാൽ, ഒരു ഖറു എന്ന് പറഞ്ഞാൽ ഒരു ശുദ്ധിയാണ്. 2 മെൻസസിനിടക്കുള്ള ശുദ്ധി, അതിനാ ഖറു എന്ന് പറയാം. അപ്പൊ ആയിഷ ബീബി എന്ത് പറഞ്ഞു? ഒരു പെണ്ണ് വിവാഹമോചനം നൽകപ്പെട്ടാൽ 3 ഖറു കഴിയണമെന്ന് ഖുർആനിലുണ്ട്. എന്ന് പറഞ്ഞാൽ 3 ശുദ്ധി കഴിയണോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ആയിഷ ബീവി പറഞ്ഞ പോലല്ല, 3 മെൻസസ് കഴിയണോ. നമ്മളെ ഇമാമികൾ എന്ത് ചെയ്തു? ഇമാമിങ്ങൾക്ക് ഖുർആൻ ഹദീസ് വ്യാഖ്യാനിക്കാനുള്ള അവരുടെ ആധാരം സഹാബത്തിന്റെ വ്യാഖ്യാനമാണ്.
സഹാബത്തിന്റെ നടപടിയാണ്, സഹാബത്തിന്റെ വിധികളാണ്. അത് പൂർണ്ണമായി പഠിച്ച് അവലംബിച്ചിട്ടാണ് അവർ വിധികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവലംബിച്ചത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അത് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു പെണ്ണ് വിവാഹമോചനം നടത്തപ്പെട്ടാൽ 3 ഹൈല് കഴിയാതെ അവളെ വിവാഹം നടത്തിക്കൂടാ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അവലംബിച്ചത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയാണ്, സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെയാണ്. അങ്ങനത്തെ സഹാബികളെയാണ്. ഷാഫി ഇമാം പറഞ്ഞു 3 ശുദ്ധി കൂടാതെ ആ പെണ്ണിനെ വിവാഹം കഴിച്ചു കൊടുത്തുകൂടാ. നമ്മൾ ഷാഫി മദ്ഹബാരായതുകൊണ്ട് ഖാദിയാരോട് നിങ്ങൾ വന്നിട്ട് ചോദിച്ചാല് ഖാദിയാര് പറയും 3 ശുദ്ധി കഴിയണം. അല്ല, നമ്മൾ ഷാഫി മദ്ഹബാണ്. ഞങ്ങൾക്ക് വന്നതാ UP-യിൽ പോയിട്ട് അല്ലെങ്കിൽ ബോംബെ പോയിട്ട് ഹനഫി മദ്ഹബിലെ ഇമാമികളോട് ചോദിച്ചാലോ, പാർത്ത ഖാദിയാരോട് ചോദിച്ചാലോ അവര് പറയും 3 ശുദ്ധിയല്ല കഴിയണ്ടേ, 3 ഹൈലാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഖുർആനിന്റെ വ്യാഖ്യാനം മനസ്സിലാക്കിയത് ഈ ആയത്തിന് സിദ്ദീഖുൽ അക്ബറിനെ പിന്തുടർന്നുകൊണ്ടാണ്. അതേ സമയത്ത് ഷാഫി ഇമാം മനസ്സിലാക്കിയത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെയും സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെയും പിന്തുടർന്നുകൊണ്ടാണ്. സഹാബത്ത് എല്ലാവരും സത്യത്തിലാണ്, എല്ലാവരും സ്വർഗത്തിലാണ്, ഇമാമിങ്ങളും സ്വർഗത്തിലാണ്, ആ ഇമാമിങ്ങളെ തുടർന്നവരും സ്വർഗത്തിലാണ്. ഇതും വിട്ടങ്ങ് പോയാൽ അതാ അള്ളാന്റെ റസൂല് ഈ സമുദായത്തിലെ മജൂസികൾ എന്ന് പറഞ്ഞ കക്ഷികളെ കൂടെയാണ് ഇമാമിങ്ങളെ വിട്ടാ പോകുന്നത്, മദ്ഹബ് വിട്ടാ പോകുന്നത്. ഇത് നന്നായി മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. അപ്പോ ഒരു ഇസ്ലാമിൽ എങ്ങനെ 4 വന്നു ചോദിക്കണ്ട. 4 വിധത്തിലുള്ള 4 വിധത്തിലുണ്ടാവും, 3 വിധത്തിലുള്ള 3 വിധത്തിലുണ്ടാവും. ചുരുക്കാനൊന്നും പറ്റൂല. 4 വിധത്തിൽ അള്ളാഹു തന്നെ 4 വിധത്തിൽ നിയമം വേണോ തീരുമാനിച്ച കാര്യം നമുക്ക് 3 പറ്റുമോ? അതിലൊക്കെ പല ഗുണങ്ങളും അള്ളാഹു വെച്ചിട്ടുണ്ട്. നിങ്ങളൊരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഹദീസിൽ വന്ന് ഇഖ്തിലാഫുൽ അയിമ്മത്തിൽ റഹ്മത്തുൽ ലിൽ ഉമ്മാൻ, ഇമാമിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഈ വീക്ഷണ വ്യത്യാസങ്ങള്, മദ്ഹബുകള്, അത് ഈ ഉമ്മത്തിന് അനുഗ്രഹമാണ്, ഭയങ്കര അനുഗ്രഹം. അതിന്റെ നമുക്കറിഞ്ഞൂടെ, നമ്മളിപ്പോ എല്ലാ ദിവസവും നോമ്പിന് രാത്രി നിയ്യത്ത് വെക്കണം. ഷാഫി മദ്ഹബ് അങ്ങനെ. ചില മദ്ഹബില് രാവിലെ സുബഹിന്റെ ശേഷം നിയ്യത്ത് ചെയ്താൽ മതി, രാവിലെ ചായ കുടിച്ചുകൂടട്ടോ. അത് പിന്നെ മുജാഹിദ് മദ്ഹബാണ്. എന്ത് സുബഹി ആയാലും ചായ കുടിക്കാൻ നല്ലത്, ഇസ്ലാമല്ല. അതേ സമയത്ത് വേറൊരു മദ്ഹബിലുണ്ടെന്ന് സുബഹിക്ക് ശേഷം നിയ്യത്ത് ചെയ്യാൻ, ഭക്ഷണമൊന്നും കഴിക്കാതെ രാത്രി അത്താഴം കഴിച്ച് നിയ്യത്ത് മറന്നുപോയി, അയാൾ രാവിലെ സുബഹിന്റെ ശേഷം നിയ്യത്ത് ചെയ്താലും മതി എന്ന് ഉച്ചന്റെ മുമ്പ് രാവിലെ നിയ്യത്ത് ചെയ്താൽ മതി എന്നൊരു മദ്ഹബുണ്ട്. അപ്പൊ നമ്മളോട് ഒരു ദിവസം നിയ്യത്ത് മറന്നുപോയി നിൽക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാ? ആ സുബഹിന്റെ ശേഷം നിയ്യത്ത് ചെയ്താൽ മതി എന്ന ഇമാമിന്റെ അഭിപ്രായം സ്വീകരിച്ചിട്ട് രാവിലെ നിയ്യത്ത് ചെയ്യാ. അപ്പൊ നമുക്ക് ആ മദ്ഹബ് അനുസരിച്ച് നോമ്പിട്ടു. അപ്പൊ നമ്മളെ നോമ്പ്, റമദാന്റെ നോമ്പ് നമുക്ക് കഷ്ടപ്പെടൂല. നിയമത്തി നമ്മളെ മദ്ഹബ് അനുസരിച്ച് എന്നെ അവിടെ അങ്ങ് പോവാണെങ്കിലോ നമ്മൾ അന്ന് വൈകുന്നേരം വരെ ഒന്നോട്ട് കുടിക്കുകയും ചെയ്ത് നോമ്പിട്ടുണ്ടാവില്ല. നോമ്പ് എന്തായാലും കളാ കൂട്ടുകയും വേണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടു? മറ്റേ മദ്ഹബ് അനുസരിച്ച് രാവിലെ നിയ്യത്ത് ചെയ്താല് നോമ്പ് കിട്ടുകയും ചെയ്ത് നമ്മളെ അനുസരിച്ച് സൂക്ഷ്മതക്ക് പിന്നെ നമ്മൾ അന്ന് നമുക്ക് കളാവും കിട്ടി കളിയാ. അപ്പൊ നമുക്ക് 2 കൂലി കിട്ടി, നോമ്പ് അന്നത്തെ നോമ്പിന്റെ കൂലിയും കിട്ടി, പിന്നെ കളാ കിട്ടി ഒക്കെ 50 സൂക്ഷ്മത കാണിച്ച കൂലിയും കിട്ടി. അപ്പൊ ഒരുപാട് പ്രതിഫലം കിട്ടി. ഇനി ഞാൻ വേറെ ഉദാഹരണം പറയാം. ഹജ്ജിന് പോയാല് ജംറ എറിയാന്നുള്ളത് ഭയങ്കര ഒരു വിഷയമാണ്. ഇപ്പം കുറെ സ്ഥലമൊക്കെ വീതി കൂട്ടിയിട്ട് വലിയ തിരക്കൊന്നും ഇല്ലെങ്കിലും ഭയങ്കര വിഷയം. പണ്ടൊക്കെ പലരും പറയും ഹജ്ജിന് പോകുന്നതിനൊക്കെ അല്ല, എറിയുന്ന സംഗതിയാണ് വലിയ വിഷമാണ്. ഞാൻ അവിടെ അള്ള ചെയ്തൊരു കാര്യം, നിങ്ങൾ ഏറിന് വേണ്ടി രാത്രി അറഫേന്ന് മടങ്ങി വരുമ്പോ ഏറിന് വേണ്ടി നമ്മളെ ഷാഫി മദ്ഹബ് അനുസരിച്ച് രാത്രി പകുതി ആയാൽ തന്നെ വന്നിട്ട് ജംറത്തുൽ അഖബ എറിയാന്ന. ഹനഫി മദ്ഹബ് അനുസരിച്ച് നേരം വെളുക്കാൻ തെരഞ്ഞൂടാ. ഹനഫി മദ്ഹബ് നേരം വെളുത്താലേ എറിയാൻ പറ്റൂ. അപ്പൊ അള്ളാന്റെ ആ നിയമം കൊണ്ട് എന്ത് കിട്ടി? നിങ്ങൾ ഭയങ്കര തിരക്കൊഴിവായി. കാരണം ഹനഫി മദ്ഹബുകാർ കോടിക്കണക്കിനുണ്ട് ലോകത്ത്, ലക്ഷക്കണക്കിന് ഹനഫികളുണ്ടാവും. അവർക്ക് ആർക്കും രാത്രി ഒന്നും എറിയാൻ പറ്റൂല. അവർക്ക് സുബിയാണ്ട് നേരം വെളുക്കാൻ സുബിയായിട്ട് കുറച്ച് കഴിയാണ്ട് അവർക്ക് എറിയാൻ പറ്റൂല. അപ്പം ഹനഫികളൊക്കെ മുസ്തലിഫത്തിന്റെ അവിടെ ആയിപ്പോയി, അവർക്ക് വരാൻ പറ്റൂല, കാരണം അവർക്ക് എറിയാനായിട്ടില്ല. ഷാഫി മദ്ഹബിലുള്ള ആരോഗ്യം കുറഞ്ഞവരും അങ്ങനത്തെ ആളുകൾക്കൊക്കെ നേരത്തെ തന്നെ വന്നിട്ട് എന്ത് ചെയ്യാം, എറിയാം. എന്നാ ഷാഫി മദ്ഹബിലും നല്ലത് പകല് കുറച്ച് സമയം കഴിഞ്ഞിട്ട് പകല് നേരം വെളുത്തതിന് ശേഷമാണ് നല്ലത്. പക്ഷെ അന്നല്ലേ ആരോഗ്യമില്ലാത്തവർ കാത്തുക്കണ്ട, ആരോഗ്യമില്ലാത്തവർക്ക് രാത്രി പകുതിയായതിനു ശേഷം വന്ന് എറിയാം. അപ്പൊ അത് ഹനഫി മദ്ഹബുകാർക്കും പറ്റുമെങ്കിലോ? ഹനഫി മദ്ഹബുകാർക്കും പറ്റുമെങ്കിൽ അപ്പൊ ഒരു പ്രശ്നമായി, എല്ലാവരും ഒന്നായിട്ട് വന്നാൽ പിന്നെ തിരക്കിഞ്ഞായിരിക്കും. അപ്പൊ ഒരു കൂട്ടർ അവിടെ തന്നെ നിൽക്കലായി, ഒരു കൂട്ടർക്ക് വരാൻ ചാൻസ് ആയി. അപ്പൊ റഹ്മത്തുൽ ഈ ഉമ്മത്തിന് വലിയ അനുഗ്രഹമായി പോയി 2 മദ്ഹബ് ഉണ്ടായത്. ഇങ്ങനെ അല്ലാഹുവിന് അതിൽ പല ഹിക്മത്തും ഉണ്ട്. ആ ഹിക്മത്തിന്റെ പേരിൽ ഒന്നിലധികം മദ്ഹബുകൾ, വളരെ ചുരുങ്ങിയ ചില വിഷയങ്ങൾ 2 മദ്ഹബുണ്ട്, അതിനേക്കാൾ ചുരുങ്ങിയതിൽ 3 ഉണ്ട്, വളരെ വളരെ ചുരുങ്ങിയതിൽ 4 ഉണ്ട്. 5ാമത് പുതിയ ഒരു നിഗമനം അല്ലെങ്കിൽ ഒരു തീരുമാനം പറയാൻ ഇവിടെ ആർക്കും അധികാരമില്ല. അത്
ഇവിടെ പറയുന്നത് ദീൻ നശിപ്പിക്കലാണ്. അപ്പോ വാസ്തവത്തിൽ വെറുതെ ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കാൻ വേണ്ടി പുത്തൻവാദികൾ ചോദിക്കുന്ന ചോദ്യം, ഒരു ഇസ്ലാമിന് 4 മദ്ഹബ് എങ്ങനെയാണ്? നിങ്ങൾ അവരോട് നാടന്മാർക്ക് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ അവരോട് ചോദിക്കണം, ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന എത്രയാണ്? 1, സുപ്രീം കോടതി 1, ചീഫ് ജസ്റ്റിസ് 1, പ്രധാനമന്ത്രി 1, പിന്നെ പ്രസിഡന്റ് രാഷ്ട്രപതി 1, അല്ലൊന്നല്ലേ, പാർലമെന്റ് 1, അല്ലൊന്നല്ലേ? എന്നാൽ കേരളത്തിലെ നിയമമാണോ തമിഴ്നാട്ടിൽ? കേരളത്തിലെ നിയമമാണോ തമിഴ്നാട്ടിൽ? തമിഴ്നാട്ടിലെ നിയമമാണോ കർണാടകയിൽ? ഏകദേശ കാര്യത്തിലും അങ്ങനെയാണ്. വളരെ ചുരുങ്ങിയതിൽ 2 മദ്ഹബുണ്ട്. വളരെ ചുരുങ്ങിയതിൽ 2 മദ്ഹബുണ്ട്. കർണാടകയിലെ നിയമമല്ല, കേരളത്തിൽ വളരെ ചുരുങ്ങിയതിൽ, വളരെ വളരെ ചുരുങ്ങിയതിൽ 3 സ്റ്റേറ്റിൽ 3 ജാതി നിയമമുണ്ട്. ഭരണഘടന ഒന്നല്ലേ? ഒന്നാണ്. ആ ഭരണഘടന അനുസരിച്ച് തന്നെയാണ് ഇത് 3. അപ്പൊ സുപ്രീം കോടതി പോയാൽ കേരളത്തിലുള്ളവൻ കേരളത്തിലെ നിയമം അനുസരിച്ച് നീങ്ങിയിട്ടില്ലെങ്കിൽ സുപ്രീം കോടതി അവന് ശിക്ഷ വിധിക്കും. കർണാടകയിലുള്ളവനോ കർണാടകയിലെ നിയമത്തിനനുസരിച്ചില്ല, അവനും വിധിക്കും. ഇതുപോലെ ശാഫി മദ്ഹബുകാരൻ ശാഫി മദ്ഹബനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ ശിക്ഷ വിധിക്കും, അള്ളാഹ് ശിക്ഷിക്കും. ഹനഫി മദ്ഹബുകാരനോ അയാൾ അനുസരിച്ച് ചെയ്യില്ലെങ്കിൽ അയാളെ ശിക്ഷിക്കും. അപ്പൊ ഒരാൾ എന്ത് ചെയ്തു? ഒരാൾ ഞാൻ സകല ഗുലാബിയാകാന്ന് പറഞ്ഞാലോ, സകല ഗുലാബി മദ്ഹബ്. അങ്ങനെ ഒരു കഷ്ണം ഞാൻ ശാഫി, ഒരു കഷ്ണം ഞാൻ ഹനഫി. അതിന് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. തല തടങ്ങുമ്പോ ഇയാൾ സ്വീകരിച്ച ഷാഫി ഇമാമിന്റെ അഭിപ്രായ, നിസ്കരിക്കുമ്പോൾ അയാൾ സ്വീകരിച്ചത് മാലിക് ഇമാമിന്റെ അഭിപ്രായ. അങ്ങനെ കുറച്ച് തലയും തടകിയിട്ട് ഹാഫ് ട്രൗസർ കൊടുത്ത് നിസ്കരിച്ചിട്ട് പുറത്തിറങ്ങി. ഷാഫി ഇമാം ഒരു കസേരമേലിരിക്കുന്നുണ്ട്, മാലിക് ഇമാം അപ്പുറത്തെ കസേരമേലുണ്ട്. ഷാഫി ഇമാം റളിയല്ലാഹുവിനോട് ചോദിച്ചു, ഞാനൊരു വിവരമില്ലാത്ത ആളാണ്, അതുകൊണ്ട് വിവരം നിങ്ങളൊക്കെ പറയുന്നത് സ്വീകരിക്കാന്നുള്ള എന്റെ തത്വം. അതുകൊണ്ട് നിങ്ങൾ ഇമാമാണല്ലോ, ഞാൻ ഒതുവെടുത്തത് തല കുറച്ചേ തരകിയിട്ടുള്ളൂ, നിങ്ങൾ എന്റെ നിസ്കാരങ്ങൾ ഏറ്റെടുക്കൂലേ? ഷാഫി ഇമാം പറയും, മോനെ എന്റെ ഒതു ഞാൻ ഏറ്റെടുക്കുമായിരുന്നു, പക്ഷേ എന്റെ നിസ്കാരം ഞാൻ ഏറ്റെടുക്കൂല കേട്ടോ. എന്തേ? നീ മുട്ടുപൊക്കലിനിടെയുള്ള സ്ഥലം മറിച്ചിട്ടില്ല. അപ്പൊ മാലിക് ഇമാം എന്നാ പിന്നെ ഷാഫി ഇമാമിന്റെ അടുക്കൽ ഇവൻ കുറ്റക്കാരനാണ്, ഇവന്റെ നിസ്കാരം ശരിയായില്ല. മാലിക് ഇമാം റളിയല്ലാഹുവിനോട് ചോദിച്ചു, അല്ല നിങ്ങൾ എന്നെ നിസ്കാരം ഏറ്റെടുക്കൂലേ? നിങ്ങൾ പറഞ്ഞില്ലേ മുട്ടുപൊക്കലിനിടെയുള്ള സ്ഥലത്ത് കുറച്ച് മുട്ടിന്റെ അടുത്ത് കുറച്ച് മേലെ ഒരു ഹാഫ് ട്രൗസർ കൊടുത്താലും നിസ്കാരം പറ്റൂ എന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഒറ്റക്ക് എന്റെ റൂമിൽ നിസ്കരിച്ചില്ല, ആരും കാണാനുമില്ലല്ലോ, നിങ്ങൾ എന്റെ നിസ്കാരം ഏറ്റെടുക്കൂലേ? മാലിക് ഇമാം റളിയല്ലാഹു പറയും, എന്റെ നിസ്കാരം ഞാൻ ഏറ്റെടുക്കൂലട്ടോ. അതിന്റെ ഞാൻ പറയും പോലെ നീ തല അടങ്ങിയിട്ടില്ല, തല കുറച്ചേ അടങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഇവന്റെ നിസ്കാരം 2 ഇമാമിങ്ങളും ഏറ്റെടുക്കാൻ തയ്യാറില്ല. അപ്പൊ ഇവൻ നിസ്കരിച്ചത് ഷാഫി ഇമാം പറഞ്ഞ പോലെയല്ല, മാലിക് ഇമാം പറഞ്ഞ പോലെയല്ല, ഇവൻ നിസ്കരിച്ച് സകല ഗുലാബി മദ്ഹബാണ്. ഇവന്റെ ദീനല്ല, ഇവന്റെ കളിയാണ്. അതുകൊണ്ട് അങ്ങനെ ഓരോ മദ്ഹബിൽ നിന്നും ഇഷ്ടപ്രകാരം പരസ്പരം വൈരുദ്ധ്യമാകുന്ന രൂപത്തിൽ സ്വീകരിക്കാൻ പറ്റൂല. ഇപ്പോ മൗലവിമാര് പറയുന്നത് എന്താ അറിയോ? അത് വേറൊരു മദ്ഹബിലുണ്ടല്ലോ, എന്നാ മദ്ഹബ് അനുസരിച്ച് തീർത്തുവാക്കണ്ടേ? ഒതുവെടുത്തിട്ട് പെണ്ണുങ്ങളെയും തൊട്ടിട്ട് ഇവൻ പറയാ ഹനഫി മദ്ഹബിൽ പെണ്ണുങ്ങളെ തൊട്ടാ പ്രശ്നമില്ലല്ലോ, എന്നാ നിന്റെ നിസ്കാരത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഒന്നും കുളിയും നിസ്കാരവും ഒക്കെ ഹനഫി മദ്ഹബ് അനുസരിച്ചാണ്ടേ? പകുതിയും പകുതിയാക്കിയാല് ഞാൻ പറയാ, ഒരാള് ഒരു ഉദാഹരണം, മൂപ്പർക്ക് സുഖമില്ലാണ്ടായപ്പോ അയാൾ എന്ത് ചെയ്തു? അയാൾ ഒരു ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ കുറെ മരുന്നും ഗുളികെല്ലാം കൊടുത്തു. പോയി കാണും. ഡോക്ടറോട് ചോദിച്ചു, പത്തി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. പത്തിയൊന്നുമില്ല, നീ തിന്നൊക്കെ തിന്നോന്നാണ്. അയാൾക്ക് പോന്നു. ഇനി വന്നപ്പോ വേറൊരാൾ പറഞ്ഞു, ആ രോഗത്തിന് നല്ല നാടൻ ചികിത്സ, ആര്യവൈദ്യ ചികിത്സ, എന്നാ കോട്ടൊക്കെ പോകാന്ന് പറഞ്ഞു. ഇങ്ങനെ ഡോക്ടറെ ചികിത്സക്ക് കോട്ടൊക്കെ പോയി. കോട്ടൊക്കെ പോയപ്പോ അയാൾ കുറെ കഷായം, നെയ്യ്, മരുന്ന്, തലയെ തേക്കുന്നത്, കാൽമത്തേക്കുന്നത്, ഇങ്ങനെ കുറെ മരുന്ന്. എന്നിട്ട് അയാൾ പറഞ്ഞു, മീൻ കഴിക്കാൻ പാടില്ല, ഉപ്പ് തീരെ പറ്റൂല, പിന്നെ എരു പറ്റൂല, അതൊക്കെ പറഞ്ഞു, പുളി പറ്റൂല. അപ്പൊ ഇയാൾ വന്നിട്ട് തീരുമാനിച്ച് പത്യൻ ഡോക്ടറും മരുന്ന് വൈദ്യരതും. അങ്ങനെ കോട്ടക്കന്ന് വാങ്ങിയ മരുന്നൊക്കെ ഉപ്പര് ശരിക്കും കുടിച്ച് പത്യം നമ്മളെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞ പത്യവും സുബ്ഹാനല്ലാഹ് കാബറും കുഴിച്ചു തുടങ്ങുന്നതല്ലേ നല്ല ചികിത്സ. ഇതുപോലെ ഒരു കഷ്ണം മാലിക് മദ്ഹബും ഒരു കഷ്ണം ശാഫി മദ്ഹബുമായിട്ട് ഇവൻ നിസ്കരിച്ച ഇവന്റെ നിസ്കാരം പോയില്ലേ, ഇവന്റെ ഹയാത്ത് പോയില്ലേ, ഇൽമ് പോയില്ലേ, ദീന് പോയില്ലേ. അതുകൊണ്ടാ ഏതെങ്കിലും ഒരു മദ്ഹബ് ഒരു വിഷയത്തെ സ്വീകരിക്കണോ എന്ന് പറഞ്ഞത്. ഇത് ആർക്കും മനസ്സിലാകുന്ന ഒരു വിഷയമല്ലേ, മുജാഹിദീൻ ജമാഅത്ത് ഇസ്ലാമിന്റെ മൗലവിമാർക്കല്ലാതെ. അതിലും ബുദ്ധിയുള്ളവരുടെ അവർക്ക് മനസ്സിലാവും.
മൗലവിമാർക്ക് മനസ്സിലാവില്ല. കാരണം മൗലവിമാർക്ക് ഉറങ്ങല്ല, ഉറങ്ങുമ്പോലെ കിടക്കാണ്. ഉറങ്ങുമ്പോലെ കിടക്കുന്നവരെ വിളിച്ചാൽ ഉണരൂലല്ലോ. ഉറങ്ങുന്നവരെ പോയി വിളിച്ചാലല്ലേ ഉണരൂ. ഉറങ്ങുമ്പോലെ കിടക്കുന്നവരെ വിളിച്ചാൽ ഉണരുവോ? എന്താ ഉണരാത്തത്? അതിന് കാരണമുണ്ട്. ഇവര് മദ്ഹബ് പറ്റൂല എന്ന് പറഞ്ഞ എന്തിനാ? അവർക്ക് മൗലവിമാർക്ക് മതം മാറ്റാൻ വേണ്ടി അവരെ ഇഷ്ടത്തിന് മതം മാറ്റി വരിക്കണം. അതിനു വേണ്ടിയാ മദ്ഹബ് പറ്റൂല എന്ന് പറഞ്ഞത്. അതാണല്ലോ. അതുകൊണ്ടാ നേരെ മറിച്ച് നിങ്ങൾ നോക്ക്, അവരെ പിന്തുടരുന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, അയാള് ഹംബലി മദ്ഹബുകാരനാണ്. അവരുടെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ സലഫി പണ്ഡിതന്മാര് എന്ന് പറയുന്നത് ഇപ്പൊ അടുത്ത് ഇവിടെ റിയാദിലും അതുപോലെ തന്നെ സൗദി അറേബ്യയിലും ഈ അടുത്ത് മരിച്ചുപോയ അവരെ ഏറ്റവും വലിയ സലഫി പണ്ഡിതനാണ്. നബിദിനാഘോഷം പാടില്ല എന്ന് പറഞ്ഞ ഇബ്നു ബാസ്. ആ ഇബ്നു ബാസ് അയാള് അത് ശരിക്ക് കറക്റ്റാക്കി എഴുതി പ്രസിദ്ധീകരിച്ച് എന്തിന് സൗജന്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്ന ഒരു കിതാബ്, ഒരു ഗ്രന്ഥം. ഫൈസൽ ഇബ്നു അബ്ദുൽ അൽ സൂദ്, ഫൈസൽ രാജാവിന്റെ ചെലവിൽ ഈ അബ്ദുൽ അസീസ് ഇബ്നു ബാസ് പ്രത്യേകം പരിശോധിച്ച് പുറത്തിറക്കുന്ന ഒരു ഗ്രന്ഥം. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അഖീദത്തുഹു സലഫിയ്യ വദഅവത്തുഹുൽ ഇസ്ലാഹിയ്യ വസനാഉൽ ഉലമാഇ അലൈഹി എന്ന പേര് 56-57 പേജിൽ നിങ്ങൾ കണ്ടോളി. അവര് തന്നെ പറയുന്നത് എന്താ? സലഫികളും വനഹ്നു ഐവൻ, ഞങ്ങള് ആര്? ഈ ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആൾക്കാര്. വനഹ്നു ഐവൻ, ഞങ്ങൾ വീണ്ടും ഫിൽ ഫുറൂഇ, ശാഖാപരമായ കർമ്മപരമായ വിഷയങ്ങളിൽ അലാ മദ്ഹബിൽ ഇമാമി അഹ്മദ് ബിൻ ഹംബൽ, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് അനുസരിച്ച് നീങ്ങുന്നവരാണ്. ആരാ പറയുന്നത്? ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആശയം എന്താണ്? ഇബ്നു ബാസ് അടക്കം സലഫി പണ്ഡിതന്മാരിൽ അവർ പറയുന്ന കക്ഷികൾ അവര് പറയാണ് ഞങ്ങൾ ഹംബലി മദ്ഹബുകാരാണ്. വലാ നുങ്കിറു, ഞങ്ങൾ ആക്ഷേപിക്കൂല. അലാമൻ ഖല്ലദൽ അയിമ്മത്തൽ അർബഅത, 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെ പിന്തുടരുന്നവരെ ഞങ്ങൾ വിമർശിക്കൂല. ദൂന ഗൈരിഹിം, 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ അല്ലാത്തവരെ പിന്തുടർന്നാൽ ഞങ്ങൾ വിമർശിക്കും. ആരാ പറയുന്നത്? ഇബ്നു ബാസ് അടക്കം സൗദിയിലുള്ള സലഫി പണ്ഡിതന്മാര് പറയാൻ എന്താ 4 മദ്ഹബിന്റെ അപ്പുറത്തുള്ള സ്വീകരിച്ചുകൂടാന്ന് പറയുന്നത്? മറ്റുള്ളവരുടെ തീരുമാനങ്ങൾ മദ്ഹബുകളൊന്നും കറക്റ്റല്ല. റാഫിദത്തിന്റെ വിധികൾ ശരിയല്ല. സൈദിയത്തിന്റെ വാചകങ്ങൾ ശരിയല്ല. വലിമാമിയത്തി വനഹ്വിഹിം, അല്ല സിയാക്കളുടെ ചില പാർട്ടികളാ, അവരൊന്നും തീരുമാനം ശരിയല്ല. 4 മദ്ഹബിന്റെ തീരുമാനം മാത്രമേ ശരിയുള്ളൂ. ലാ നുഖിറുഹും ലാഹിറൻ അലാ ശൈഇൻ മിൻ മദാഹിബിൽ ഫാസിദ, അവരുടെ മോശമായ ഒരു തീരുമാനവും നമ്മൾ അംഗീകരിക്കൂല 4 മദ്ഹബിന്റെ പുറത്തുള്ളത്. ബൽ, മറിച്ച് നുജ്ബിറുഹും അലാ തഖ്ലീദി അഹദിൽ അയിമ്മത്തിൽ അർബഅ, 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെ പിന്തുടരണമെന്ന് നമ്മൾ നിർബന്ധിക്കും. വലാ നസ്തഹിഖു മർതബത്തൽ ഇജ്തിഹാദി, ഖുർആനിലും ഹദീസിലും നിയമം കണ്ടെത്താനുള്ള ആ മർത്തബ, ആ സ്ഥാനം നമ്മൾ എത്തിച്ചിട്ടില്ല. ആര്? ഇബ്നു ബാസ് അടക്കം പറയാൻ വലാ അഹദും മിന്നാ യദ്ഈഹി, ഞങ്ങൾ ആരും അങ്ങനെ എത്തിച്ചു എന്ന് വാദിക്കുന്നുമില്ല. കണ്ടോ? ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു വാദം തന്നെ ഇല്ല. എന്നിട്ട് പിന്നെ പറയാണ്, എന്താ പറയുന്നത്? ഇല്ലാ അന്നാ ഫീ ബാദിൽ മസായിലി ഇദാ സഹലനാ നസ്സുൻ ജലിയ്യും മിൻ കിതാബിൻ ഔ സുന്നത്തിൻ ഗൈരി മൻസൂഖിൻ വലാ മുആരിദ ബി അഖ്വാ മിൻഹു, ഖുർആനിലോ ഹദീസിലോ വ്യക്തമായിട്ടൊരു സംഗതി കണ്ടു, അത് മൻസൂഖല്ല എന്ന് ഉറപ്പാണ്, അതിനെതിരായിട്ട് ഒരു ശക്തമായ തെളിവ് കാണുന്നില്ല, എന്നാൽ പോലും ഞങ്ങൾ അതനുസരിച്ച് പ്രവർത്തിക്കണമെങ്കിൽ ഞങ്ങൾക്ക് എന്ത് വേണം? വഖാല ബിഹിൽ അയിമ്മത്തുൽ അർബഅതു, 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഖദ്നാ ബിഹി, അത് നമ്മൾ സ്വീകരിക്കും. വതറക്നൽ മദ്ഹബ, അല്ലാത്ത അഭിപ്രായങ്ങളെ നമ്മൾ തള്ളിക്കളയൂ. കണ്ടോ? 4 മദ്ഹബ് പറയാത്ത ഒരു സംഗതി നമ്മൾ സ്വീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇത് അശ്ശൈഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന ഗ്രന്ഥം നോക്കിയാൽ വായിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക് സഹോദരന്മാരെ, 4 മദ്ഹബ് വിട്ടുകൊണ്ട് ഇസ്ലാം മതം മനസ്സിലാക്കാൻ കഴിയൂല. അത് അവര് തന്നെ സമ്മതിക്കുകയാണ്, ഇബ്നു ബാസ് അടക്കം സമ്മതിക്കുകയാണ്. പിന്നെന്തിനാണ് നമ്മൾ തെളിവ് പറയുന്നത്? മഹാന്മാരായ സഹാബികളും താബീങ്ങളും താബിഉത്താബീങ്ങളുമായ ആ മഹാപണ്ഡിതന്മാക്കാലത്തുള്ള മഹാപണ്ഡിതന്മാര് വിധിച്ച വിധികൾ, അവര് പറഞ്ഞ തീരുമാനങ്ങൾ, അത് മുഴുവനും പഠിച്ചവർക്കല്ലാതെ അറബി ഭാഷയിലെ മുഴുവൻ വിഷയങ്ങളും
മുഴുവൻ വ്യാഖ്യാനങ്ങളും, ഒരു ഭാഷയിൽ ഒരു വാക്കിനുള്ള അർത്ഥങ്ങളും ഒരർത്ഥത്തിലുള്ള ആയിരക്കണക്കിന് വാക്കുകളും അതുപോലെ തുടങ്ങിയിട്ട് അറബി ഭാഷയുടെ എല്ലാ വ്യാകരണങ്ങളും എല്ലാം പഠിച്ചവർക്കല്ലാതെ നിയമം പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? അതൊക്കെയും പഠിച്ചവരാണല്ലോ മദ്ഹബിന്റെ ഇമാമികൾ. അതുകൊണ്ടല്ലേ മുസ്ലിം ലോകം അവർക്ക് ആ സ്ഥാനം അംഗീകരിച്ചു കൊടുത്തത്. എന്നാ സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, ആ നിലക്ക് സ്ഥാനം കിട്ടിയ ആ 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ അവര് ഈ സമുദായത്തിന് ചെയ്തൊരു സേവനം നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാന്റെ റസൂല് നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഒരു കാലത്ത് മുജ്തഹിദുകളായ ആലിമികൾ ഇല്ലാത്ത കാലം വരും. അത് കണ്ടപ്പോ അവര് മനസ്സിലാക്കി, ഞങ്ങൾ ജീവൻ പണയം വെച്ച് ഊണ് ഓർക്കു വെച്ചിട്ട് ഖിയാമത്ത് നാൾ വരെ എന്തെല്ലാം വിഷയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന്റെ നിയമമൊക്കെ പിൽക്കാലക്കാർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അതിന്റെ വിധികൾ അടിസ്ഥാനപരമായും ശാഖാപരമായും എഴുതി അതുപോലെ ക്രോഡീകരിച്ച് പിൻതലമുറക്ക് പ്രഗത്ഭ പണ്ഡിതന്മാർ ഇങ്ങനെ എത്തിച്ചു കൊടുക്കാൻ അവർ തീരുമാനിച്ചു. അതിന് തെന്നം കെട്ടി ജീവിച്ചു. അവര് അതിനെന്നം കെട്ടി ജീവിച്ചു. നിങ്ങൾ കണ്ടില്ലേ, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു കേട്ട് 2 തലയുള്ള ഒരു പെൺകുട്ടി ഉണ്ട്. രണ്ട് തലയുള്ള ഒരു പെൺകുട്ടി ഉണ്ട്. അപ്പൊ ഷാഫി ഇമാം ചിന്തിക്കുന്നത് എന്താണ്? 2 തലയുള്ള പെൺകുട്ടി ഒതു കൊടുക്കുമ്പോ 2 തല ഒതു കൊടുക്കണോ? 2 മുഖവും കഴിയണോ? അതിന്റെ വിധി പറയണ്ടേ? ഖുർആനിലുണ്ടോ 2 തലയുള്ള പെൺകുട്ടികൾ ഇങ്ങനെ ഒതു കൊടുക്കണ്ടേ? ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട്. ഹദീസിലുണ്ടോ? മൗലവിമാർ പറയും ഖുർആൻ ഹദീസ് സ്വീകരിച്ചാൽ മതി. ഖുർആനിൽ കാണിക്കട്ടെ 2 തലയുള്ള ആളെങ്ങനെ ഒതു കൊടുക്കേണ്ടി? ഖുർആനിൽ ഒരു ആയത്ത് കാണട്ടെ, അല്ലെങ്കിൽ ഒരു ഹദീസ് കാണട്ടെ. അപ്പൊ ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ വിധി പിൽക്കാലത്ത് വരുന്നില്ല. ഈ മൗലവിമാരത്തെ കുറെ ആൾക്കാർ വിവരമില്ലാത്തവര് അവർ നിയമം വശമാക്കൂലേ? അവർ ഇസ്ലാം കല്ലത്താക്കൂലേ? അപ്പോ ഷാഫി ഇമാം റളിയല്ലാഹു അതിന് വിധി പറയണല്ലോ. അതിനെ പെൺകുട്ടീനെ ഒന്ന് കാണണം, ശരിക്കും കണ്ടു മനസ്സിലാക്കിയിട്ട് പറയണം. അപ്പൊ പെൺകുട്ടിയെ കാണണമെങ്കിൽ മൗലവിമാരെ പോലെ അവർ അള്ളാനെ പഠിക്കുന്നവരല്ലേ. മൗലവിമാര് പെൺകുട്ടികൾ അങ്ങനെ പന്തലിൽ കൊണ്ടുപോയിട്ട് പാവാട ഉടുപ്പിച്ച് നിസ്കരിച്ചിട്ട് അന്നേരത്തെ അന്യ പുരുഷന്മാരെ കൊണ്ടുവന്നിട്ട് വീഡിയോയിൽ പിടിച്ച് എന്നിട്ട് ഈ ക്യാമറയിൽ പിടിച്ചിട്ട് പിറ്റേ പേപ്പറിൽ കൊടുക്കലും ചാനലിൽ കാണിക്കലുമാണ്. അത് അള്ളാന്റെ ഖുർആൻ വിശ്വാസമില്ലാതെ അങ്ങനെ തന്നെയല്ലേ. ഖുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം, മുഅ്മിനീങ്ങളോട് കണ്ണടക്കാൻ പറയണം, അന്യപെണ്ണുങ്ങളെ നോക്കരുത് എന്ന് അള്ളാഹ് പറയാ. മൗലവിമാര് ചങ്ങരം കൊളുത്ത് കൊണ്ടുപോയിട്ട് പെണ്ണുങ്ങളെങ്ങനെ അണിനിരത്തിയിട്ട് ക്യാമറയിൽ ഇങ്ങനെ പിടിച്ചിട്ട് അത് കൊണ്ടുപോയിട്ട് ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുക്കാം ചാനലിൽ. സുബ്ഹാനല്ലാഹ്, എന്താണ് അവരെ പറ്റി പറയേണ്ടത്? എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഈ പെൺകുട്ടിയെ ഒന്ന് കാണണമെങ്കിൽ അന്യപെണ്ണിനെ നോക്കാൻ പറ്റുമോ? അന്യപെണ്ണിന്റെ മുഖത്ത് നോക്കാൻ പറ്റുമോ? അപ്പൊ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഈ പെണ്ണിന്റെ ആ ബാപ്പനെ പോയി കണ്ടു. ബാപ്പനോട് പറഞ്ഞു, നിങ്ങളെ മകളുടെ 2 തലയുള്ള പെൺകുട്ടി അവിടെ എനിക്ക് നിക്കാഹ് തരണോ? ഞാൻ നോക്കല് ചാൻസാവുമല്ലോ, കല്യാണം കഴിച്ചാൽ പിന്നെ നന്നായിട്ട് നോക്കാലോ. എനിക്ക് നിക്കാഹ് ഷാഫി ഇമാമിന് വേറെ പെണ്ണിനെ കിട്ടായിട്ടൊന്നുമല്ല, ഷാഫി ഇമാമിന് വേറെ ഭാര്യ ഇല്ലായിട്ടല്ല, പിന്നെ എന്തിന് ഇവളൊന്ന് ഹലാലായ നിലക്ക് നോക്കാനേ എനിക്ക് വിവാഹം ചെയ്തു തരണോന്ന്. അപ്പൊ ഇയാളൊരു 100 സ്വർണ്ണ നാണയം മഹ്റ് തരണോ? 100 സ്വർണ്ണ നാണയം മഹ്റ് തരണോ? ഷാഫി ഒരു 100 കാരണം ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾക്ക് ദീനിന്റെ ഇൽമു പഠിപ്പിക്കാൻ എന്താ 100 പോയാലെന്താ? 100 ഉറുപ്പിയ 100ന്റെ നോട്ടല്ല, 100 സ്വർണ്ണ നാണയാ മഹ്റ് പറഞ്ഞത്. തരാന്ന് പറഞ്ഞു. നിക്കാഹ് ചെയ്തു, ആ പെൺകുട്ടിനെ നിക്കാഹ് ചെയ്തു. നിക്കാഹ് ചെയ്തിട്ട് പോയിട്ട് ഫനദറഇലൈഹാ, നന്നായിട്ടൊന്ന് നോക്കി, അവളെ മുഖവും കോലല്ലേ ശരിക്കൊന്ന് മനസ്സിലാക്കി. കാരണം ഹലാലല്ലേ, ഭാര്യയല്ലേ. സുമ്മ തല്ലഖഹാ, ഇത് ഭാര്യന്റെ ആവശ്യമായിട്ട് കെട്ടിയല്ലോ, നോക്കണ്ടിട്ട് കെട്ടിയല്ലേ, തലാക്കിയല്ലേ. ഇനി വേണമെങ്കിൽ 100 വാങ്ങിയിട്ട് വേറെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാലോ, 100 കുടിക്കുന്നത് കെട്ടിക്കോട്ടെ, തലാക്കിയല്ലേ. കണ്ടോ നിങ്ങൾ? ആ രൂപത്തിൽ അവരുടെ സമ്പത്തും അവരുടെ ജീവനും അവരുടെ സമയവും മുഴുവനും പഠനത്തിനങ്ങ് ഉപയോഗപ്പെടുത്തിയ മഹാന്മാർ ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും മനഃപൂർവ്വം ചെയ്തില്ല. നിങ്ങൾ മനസ്സിലാക്കണം, എന്താണ് അവരുടെ ജീവിതം. സുബ്ഹാനല്ലാഹ്, എന്താണ് അവരുടെ ജീവിതം. ആ മഹാന്മാരായ ഇമാമിങ്ങൾ അവരതിന് തന്നെ അങ്ങ് മെനക്കെട്ടു. അള്ളാഹു അവന്റെ ദീന് നിലനിർത്താൻ വേണ്ടി അവരെ പടച്ചത് തന്നെയായിരുന്നു. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെ സൂചിപ്പിക്കുന്ന ഹദീസ് പറഞ്ഞിട്ടുണ്ട്. ഷാഫി ഇമാമിനെ പറ്റി പറഞ്ഞ ഹദീസാണ്, ആലിമു ഖുറൈശ് യംലഉ തിബാഖൽ അർദി ഇൽമാ, ഇൽമു കൊണ്ട് ഭൂമി മുഴുവനും നിറക്കുന്ന ഒരു പണ്ഡിതൻ ഖുറൈശി തറവാട്ടിൽ വരും. ഈ പറഞ്ഞത് എന്റെ ഉസ്താദ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ പറ്റിയാണെന്ന്
10 ലക്ഷം ഹദീസ് മനഃപ്പാഠമാക്കിയ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നു. സഹോദരന്മാർ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് സഹീഹുൽ ബുഖാരി നിങ്ങൾ എടുത്തു നോക്ക്. ഖുർആൻ കഴിഞ്ഞ മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും വലിയ പ്രമാണമാ ബുഖാരി. ആ ബുഖാരിയിൽ നിങ്ങൾക്ക് കാണാം ഖാല മാലികുൻ വബ്നു ഇദ്രീസ്. മാലിക് ഇമാം ഇങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നു. ഇബ്നു ഇദ്രീസ് മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് ഇമാം ബുഖാരി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് സഹാബത്തിന്റെ വാക്കുദ്ധരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഷാഫി ഇമാമിന്റെ വാക്കുദ്ധരിക്കുകയാണ്, മാലിക് ഇമാമിന്റെ വാക്കുദ്ധരിക്കുകയാണ്. കാരണം മാലിക് ഇമാം പറഞ്ഞാൽ അത് തെളിവാണ്, ഷാഫി ഇമാം പറഞ്ഞാൽ ഇസ്ലാം തെളിവാണ്. അതുകൊണ്ടാണ് ഇമാം ബുഖാരി അത് ഉദ്ധരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ ബുഖാരി സ്വീകരിക്കുമെന്ന് പറയുന്നവരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, ആ ബുഖാരിയിൽ ഷാഫി ഇമാമിന്റെ വാക്ക് തെളിവിന് പറഞ്ഞിട്ടില്ലേ? ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ വാക്ക് തെളിവിന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ ആ മദ്ഹബിൽ ഇമാമിങ്ങളെ തീരുമാനം അംഗീകരിക്കണമെന്നതിൽ ലോകത്തൊരു പണ്ഡിതനും തർക്കമില്ല. അതുകൊണ്ടാണ് ഇമാം ബുഖാരി ഷാഫി മദ്ഹബുകാരനായിരുന്നു എന്നാണ് തബഖാത്തിൽ ഇമാം അസ്നബി റളിയല്ലാഹു അൻഹു പറയുന്നത്. അതുപോലെ കഴിഞ്ഞുപോയ ഓരോ ഹദീസിന്റെ പണ്ഡിതന്മാരും മദ്ഹബ് സ്വീകരിച്ച മദ്ഹബിന്റെ ഇമാമിങ്ങളെ പിന്തുടർന്നവരായിരുന്നു, മദ്ഹബിനെ അംഗീകരിച്ചവരായിരുന്നു. അങ്ങനെ സർവ്വ നിയമങ്ങളും ക്രോഡീകരിച്ചവരെഴുതി അവർ പിന്തലമുറക്ക് എത്തിച്ചു കൊടുത്തു. അതുപോലെ ഇവിടെ ആരും തന്നെ അതാ എത്തിച്ചു കൊടുത്തിട്ടില്ല. ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു, അതാ ഉസ്താദ് ഇമാമിന്റെ ഉസ്താദാണ്, ബഹുമാനപ്പെട്ടവർ പറയാണ്, അതേ والسبب فيه أن المجتهد الآخر الباحث الناظر عرف بمذاهب من سبق وأمر وأخبر بحقيقة الحال. والصحابة رضي الله عنهم اعتنوا بتبويب الأبواب ورسم الفصول والمسائل، لأنهم كانوا مستعدين للبحث عند بسيس الحاجة إليه متمكنين، وما اضطروا إلى تمهيد القواعد ورسم الفروع والأمثلة، لأن الأمور في زمانهم لم تطب بكل هذا الاضطراب. والذين اعتنوا بالتمهيد عرفوا بالأصول والفروع من غيرهم. നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളെ കാലത്ത് പലരും തോന്നിവാസം പറഞ്ഞു തുടങ്ങാൻ പോവുകയാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് ദീനിന്റെ നിയമങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എല്ലാ വിഷയങ്ങളും സവിസ്തരം പഠിച്ച് ഖിയാമത്ത് നാൾ വരെ ആളുകൾക്ക് ആവശ്യമാകുന്ന മുഴുവൻ നിയമങ്ങളും അവർ ക്രോഡീകരിച്ച് പിന്തലർക്ക് കൊടുത്തിട്ടുണ്ട്. സഹാബത്തിന്റെ കാലത്ത് അതിന്റെ ആവശ്യം വന്നിരുന്നില്ല. അപ്പോൾ വല്ല പ്രശ്നവും വന്നാൽ അവർ ഇജ്തിഹാദ് ചെയ്ത് നിയമം കണ്ടെത്തി പറയലേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാ വിഷയങ്ങളും പരിപൂർണമായി പഠിച്ച് പിന്തലമുറക്ക് എത്തിച്ചു കൊടുത്തവരാണ് നാല് മദ്ഹബിന്റെ ഇമാമിങ്ങൾ. അതുകൊണ്ട് അവരെ സ്വീകരിച്ചേ പറ്റൂ. സഹാബത്തിന് പല വിധികളും തീരുമാനങ്ങളും ഉണ്ടെങ്കിലും ആ തീരുമാനങ്ങളെല്ലാം ഈ നാല് മദ്ഹബിന്റെ ഇമാമിങ്ങൾ മുഖേന അവരെ തീരുമാനം മുഖേന നമുക്ക് കിട്ടിയതല്ലാതെ സഹാബികൾ അവരെ കാലത്ത് ഇസ്ലാം മതം പ്രചരിപ്പിക്കുന്ന തിരക്കിലാണവര്. എല്ലാ സ്ഥലത്തും ഇസ്ലാം മതം എത്തിക്കുകയാണ്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഏറ്റവും നല്ല നൂറ്റാണ്ടുകാർ എന്റെ നൂറ്റാണ്ടുകാരാണ്. രണ്ടാമത്തത് അതേ അടുത്ത നൂറ്റാണ്ടാണ്. മൂന്നാമത്തെ നൂറ്റാണ്ടാണ്. ആ 3 നൂറ്റാണ്ടിന് ശേഷം ഇവിടെ വരുന്ന കക്ഷികൾ പലരും സാക്ഷിക്ക് പറയാതെ തന്നെ വന്നിട്ട് കള്ളസാക്ഷി പറയുന്നവരായിരിക്കും. സത്യം ചെയ്യിക്കാതെ തന്നെ കള്ളസത്യം ചെയ്യുന്നവരായിരിക്കും. ആദ്യത്തെ 3 നൂറ്റാണ്ടിലുള്ളവർ ഏറ്റവും വലിയ മഹാന്മാരാണെന്ന് പറഞ്ഞു. ആ 3 നൂറ്റാണ്ടിലാണ് 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും ജീവിച്ചത്. ആ 3 നൂറ്റാണ്ടിലാണ്. ശേഷം കള്ളം പറയുന്ന നൂറ്റാണ്ടിലല്ല, കള്ളസത്യം ചെയ്യുന്ന നൂറ്റാണ്ടിലല്ല. അള്ളാന്റെ റസൂലാ പറഞ്ഞത് 3 നൂറ്റാണ്ടിന് ശേഷം വരുന്നവർ കള്ളസത്യം ചെയ്യുന്നവരും കള്ളസാക്ഷി പറയുന്നവരും വരും. 3 നൂറ്റാണ്ട് വല്ലാത്ത മഹത്വമുള്ള നൂറ്റാണ്ടാണ്. ഇതാണ് ലോക പ്രശസ്ത ചരിത്രകാരനായ ഇബ്നു ഖൽദൂൻ അദ്ദേഹത്തിന്റെ മുഖദ്ദിമയിൽ പറഞ്ഞു. ഇവിടുത്തെ മാതൃഭൂമി ഇബ്നു ഖൽദൂന്റെ മുഖദ്ദിമ മലയാളത്തിൽ വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ ആ ചരിത്ര ഗ്രന്ഥത്തിന്റെ പ്രസക്തികൾ മനസ്സിലാക്കണം. പക്ഷെ അത് വിവർത്തനം ചെയ്തു കൊടുത്ത മൗലവി ഈ ഭാഗം കട്ട് കളഞ്ഞിട്ടുണ്ട്. ഏത് ഭാഗം? ഈ മദ്ഹബ് സ്വീകരിക്കണമെന്ന ഭാഗം കട്ടിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ കിതാബ് നമ്മളെടുത്തിട്ടുണ്ട്. വിവർത്തനം ഈ പരിഭാഷനെ വിശ്വസിച്ചുകൂടാതെ നമ്മൾ പറയുന്നതിന് കാരണം അതാ. മൗലവിമാർ ഇഷ്ടത്തിന് ഓരോരുത്തർ പരിഭാഷപ്പെടുത്തു. ഏത് പരിഭാഷക്കാരുടെ കഥ അങ്ങനെ? അപ്പൊ മൂലഗ്രന്ഥം തന്നെ പഠിക്കണം മുത്തഅല്ലിമീങ്ങൾ. പരിഭാഷനെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ആ പരിഭാഷ ഇതൊരു ഒന്നേ പ്രാർത്ഥിച്ച് വലുത് യോജിക്കും. അതുകൊണ്ട് ആ ഒരു പരിഭാഷ അംഗീകരിക്കൂല എന്ന് ഞാൻ പറയാൻ കാരണം ഇബ്നു ഖൽദൂൻ പറയാണ്, നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളെ പിന്തുടരണം എന്നത് സർവ്വ പട്ടണങ്ങളിലും സർവ്വ സ്ഥലത്തും അത് നിലനിന്നിരിക്കുകയാണ്.
വദറസൽ മുഖല്ലിദൂന ലിമൻ സിവാഹും, അല്ലാത്തവരെ സ്വീകരിക്കുന്നവർ ഇല്ലാതെയായി കഴിഞ്ഞിരിക്കുകയാണ്. വസദ്ദൻ നാസ് ബാബൽ ഖിലാഫി വതുർഖ, ഇനിയൊരു പുതിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന ബാബിലിന്റെ അർച്ച കഴിഞ്ഞിരിക്കുകയാണ്. ലമ്മാ കസറ തശഅബൽ ഇസ്ലാഹാതി ലിഫിൽ ഉലൂം, പലരും പലതും പറയാൻ ഒരുങ്ങിയപ്പോ, എന്നിട്ട് ബഹുമാനപ്പെട്ട ഒരു അവസാനം പറയാണ്, അതുകൊണ്ട് ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോരുത്തരും നിയമം പറഞ്ഞ് കളിക്കാനുള്ളതല്ല. വലം യബ്ഖ ഇല്ലാ നഖ്ലു മദാഹിബിഹിം, അതുകൊണ്ട് 4 മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ തീരുമാനങ്ങൾ, അവരെ മദ്ഹബുകൾ ഉദ്ധരിക്കുകയല്ലാതെ ഒരു വഴിയും ഇനി ബാക്കിയില്ല. വഅമലു കുല്ലി മുഖല്ലിദിൻ ബിമദ്ഹബി മൻ ഖല്ലദഹു മിൻഹും, ഏതൊരു ഇമാമിനെയാണോ 4 ഇമാമികളിൽ നിന്ന് ഒരാൾ സ്വീകരിക്കുന്നത് അതനുസരിച്ച് ഓരോരുത്തരും അമൽ ചെയ്യലല്ലാതെയും ബഅദ തസ്ഹീഹിൽ ഉസൂൽ അത്സാലി സനദിഹാ ബിറിവായത്തി ലാ മഹ്സൂല അൽയൗം വലം യബ്ഖ ഇല്ലാ നഖൽ മദാഹിബിഹിം ലാ മഹ്സൂല അൽയൗം ലിൽഫിഖ്, കർമ്മശാസ്ത്ര നിയമം കണ്ടെത്താൻ ഇന്ന് വകുപ്പില്ല. ഗൈറു ഹാദാ, ഈ 4 മദ്ഹബല്ലാതെ വമുദ്ദഇൽ ഇജ്തിഹാദി ലിഹാദൽ അഹ്ദി, ഈ കാലഘട്ടത്തിൽ വല്ലവരും ഞാൻ ഖുർആൻ ഹദീസ് എന്ന് നിയമം കണ്ടെത്തും, അല്ല ഇമാമിങ്ങൾ കണ്ടെത്തുന്ന നിയമം ശരിയോ ഞാൻ പരിശോധിക്കും എന്ന് പറഞ്ഞിട്ട് വന്നാൽ മർദൂദുൻ അലാ അഖ്ദിഹി, വന്ന കാലുമൽ മടക്കിയാക്കേണ്ടതാണ് അവനെ. എന്നിട്ടോ മഹ്ജൂറുൻ തഖ്ലീദുഹു, അവനെ സ്വീകരിക്കാൻ പാടില്ലാത്തതാണ്. വഖദ് സാറ അഹ്ലുൽ ഇസ്ലാം, മുസ്ലിമീങ്ങൾ മുഴുവനുമായി കഴിഞ്ഞു അൽയൗം ഇപ്പോൾ അലാ തഖ്ലീദി ഹൗലാഇൽ അയിമ്മത്തുൽ അർബഅ, 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെ പിന്തുടരുന്നതിന്റെ മേൽ ഇസ്ലാമുകാരെല്ലാം യോജിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതെപ്പോ പറഞ്ഞതാ? ഇന്നലെയും ഞാനും പറഞ്ഞതല്ല. ഹിജ്റ 730 മുതൽ ജനിച്ചിട്ട് 808 വഫാത്തായ ആളാണ് ഇബ്നു ഖൽദൂൻ. അപ്പോ ഇത് പറഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഇതിപ്പോ പറഞ്ഞിട്ട് 600 കൊല്ലത്തിന്റെ മേലെ 4 മദ്ഹബ് സ്വീകരിക്കലല്ല, നിർവാഹമില്ല. 448 പേജ് പറയും. അങ്ങനെ ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും, എന്താ കാരണം? ആ 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് ശേഷം അങ്ങനത്തെ ഉണ്ടായില്ല. അതാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു ശർഹുൽ മദ്ഹബ് പറയും, വമിൻ ദഹരിൻ തവീലിൻ ഉദിമ അൽ മുഫ്തി അൽ മുസ്തഖിൽ വസാറത് അൽ ഫത്വ ഇല അൽ മുൻതസിബിന ഇല അയിമ്മത്തുൽ മദാഹിബ് അൽ മത്ബൂഅ. ഷാഫി ഇമാമിനെ പോലെ, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു പോലെ, മാലിക് ഇമാമിനെ പോലെ, അബൂ ഹനീഫ റളിയല്ലാഹു പോലെയുള്ള ഏത് നിയമവും ഖുർആൻ ഹദീസിൽ കണ്ടെത്താൻ കഴിയുന്ന ആളുകൾ എത്രയോ കാലമായിട്ട് ലോകത്തില്ല. അതുകൊണ്ട് ഏത് വിഷയത്തിലും തീരുമാനം പറയാൻ ആ തുടരപ്പെടുന്ന മദ്ഹബിന്റെ ഇമാമിങ്ങളിലേക്ക് ചേർന്ന ആ മദ്ഹബ് സ്വീകരിച്ചവരെ അവലംബിക്കുകയല്ലാതെ നിർവാഹമില്ല. സർഹുൽ മുഹദ്ദബ് 144. അതിൽ തന്നെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, വഹഖാബാദു അസ്ഹാബുൽ ഉസൂൽ മിന്ന അന്നഹു ലം യൂജദ് ബഅദ അസ്രി ശാഫിഈ മുജ്തഹിദുൻ മുസ്തഖില്ലുൻ, ഇസ്ലാം ഖുർആൻ ഹദീസിൽ നിയമം കണ്ടെത്തി പറയാൻ കഴിയുന്ന ഒരൊറ്റ വ്യക്തിയും ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ കാലശേഷം ഉണ്ടായിട്ടില്ലെന്ന് പല പണ്ഡിതന്മാരും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഷാഫി ഇമാമിന്റെ കാലവും അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന്റെ കാലവും ഒരേ കാലമാണ്. അഹ്മദ് റളിയല്ലാഹു അൻഹും ഷാഫിയും ഒരേ കാലക്കാരാണ്. ഒരേ കാലത്ത് ശിഷ്യനും ഉസ്താദും ശിഷ്യനാണ്. മാലിക് ഇമാം റളിയല്ലാഹു അൻഹും ഷാഫി ഇമാമും ഉസ്താദും ശിഷ്യനുമാണ്. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു സഹാബത്തിനെ വരെ കണ്ടിട്ടുള്ള വലിയ മഹാനും ആണ്. അപ്പൊ അവര് നമ്മൾ മനസ്സിലാക്കണം, തുല്യതയില്ലാത്ത പണ്ഡിതന്മാരാണ്. അതുകൊണ്ട് അവരെ പിന്തുടരല്ലാതെ നിർവാഹമില്ല. അപ്പൊ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് ഒക്കെ ശരിയാണ്, ഒക്കെ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്, ഒക്കെ ശരിയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, ഇദാ ജിത്തഹദൽ ഹാകിമു ഫഅസാബ ഫലഹു അജ്റാൻ വഇൻ അഖ്താ ഫലഹു അജ്റുൻ വാഹിദ്. ഒരു മുജ്തഹിദായ പണ്ഡിതൻ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നിയമം കണ്ടെത്താൻ ഒരുങ്ങി, നിയമം കണ്ടെത്തിയിട്ട് അദ്ദേഹം ശരിയായതെത്തിച്ചാൽ 2 പ്രതികളുണ്ട്, അയാൾക്ക് പിഴവ് പറ്റിയാൽ ഒന്നുണ്ടല്ലോ. അപ്പം പിഴവും പറ്റൂന്നല്ലേ? എല്ലാവരും സത്യം എത്തിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാണോ എന്നൊരു സംശയം മുതഅല്ലിമീങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറയുന്നു ആ ഹദീസിനെ പറ്റി, ഫൈൻ ഖുൽത ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ജിത്തഹദൽ ഹാകിമു ഫഅസാബ ഫലഹു അജ്റാനി വഇദാ ജിത്തഹദ ഫഅഖ്താ ഫലഹു അജ്റുൻ വാഹിദ് യദുല്ലു അലാ അന്ന ഫിൽ മുജ്തഹിദിന മൻ യുസീബു വമൻ യുഖ്തിഉ വഅന്ന അൽ ഹുക്മ യഖ്തലിഫു വലൗ കാനൂ മുസീബിന ലം യകുൻ ലിതഖ്സീബി മഅനൻ ഖുൽതു. ഞാൻ അതിന് മറുപടി പറയുന്നു, സുബ്കി ഇമാം റളിയല്ലാഹു അൻഹു പറയാൻ, എന്തുകൊണ്ട് അഹ്മിലു ഖൗലഹു ഫഅഖ്താ, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്താ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അലാ അദമി ഇദ്റാകിഹി ലിൽ അഫ്ളലി വൽ ഔലാ കമാ عتب على الصحابة في اختيار الفداء لأنه غير الأفضل مع أنه حكم صواب.
അതായത് ഏറ്റവും കൂടുതൽ ഉഷാറായത് എത്തിച്ചില്ല എന്നാണ് അർത്ഥത്തിന്റെ അർത്ഥം, അല്ലാതെ പേച്ചുപോയതല്ല. ഏറ്റവും നല്ലത് എത്തിച്ചില്ല, ഇതും നല്ലത് അതും നല്ലത്, അത് കുറച്ച് കൂടുതൽ നല്ലത്, ആ കൂടുതൽ നല്ലത് എത്തിച്ചില്ല എന്നേ അതിന് അർത്ഥമുള്ളൂ. അതേതുപോലെ നിങ്ങൾ ഖുർആൻ നോക്കൂ. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ഒരു സംഭവം ഉണ്ടായി. എന്താ സംഭവം? ഒരു വിഭാഗം ആളുകളുടെ ആടുകൾ വന്നിട്ട് വേറൊരു വിഭാഗം ആളുകളുടെ കൃഷികൾ മുഴുവൻ തിന്ന് നശിപ്പിച്ചു വന്നു. അപ്പൊ കേസ് ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ കോടതിയിൽ വന്നു. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിധി പറഞ്ഞു. ഇങ്ങനെ വിധി പറഞ്ഞത്, ആ കൃഷിക്ക് എത്ര ഉറുപ്പ്യൊക്കെ ഉണ്ടായിരുന്നു, ആ കൃഷി എത്ര ഉറുപ്പ്യൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ സംഖ്യ നിശ്ചയിച്ച് ഈ ആടുങ്ങൾ എത്ര ഉറുപ്പ്യൊക്കെ ഉണ്ട് നോക്കി. ആട്ടുങ്ങൾക്കും വില കെട്ടി നോക്കുമ്പോ കൃഷിന്റെ വിലയും ആട്ടിന്റെ വിലയും തുല്യാണ്. ഈ ആട്ടിന്റെ ആൾക്കാരായിട്ട് പണം കൊടുക്കില്ല, പണം കൊടുക്കാനില്ല. അപ്പൊ കൃഷിക്കാരോട് പറഞ്ഞു, ആട്ടിനെ നിങ്ങൾ വാങ്ങിച്ചോളി, നഷ്ടപരിഹാരമായിട്ട് ആട്ടിനെ കൊടുക്കണം. അപ്പൊ ഇവരിറങ്ങി. അതേ വിഷയം തന്നെ സുലൈമാൻ നബി ഇസ്ലാമിന് മുമ്പിലെത്തി. ദാവൂദ് നബിന്റെ മകനാണ് സുലൈമാൻ നബി ഇസ്ലാം. സുലൈമാൻ നബി ഇസ്ലാമിന്റെ അടുത്ത് വന്നപ്പോ സുലൈമാൻ നബി എന്ത് പറഞ്ഞു? ബാപ്പ ദാവൂദ് നബി വിധിച്ച വിധിയല്ല, സുലൈമാൻ നബിന്റെ വിധി വേറൊന്നാണ്. എന്താണ്? സുലൈമാൻ നബി ഇസ്ലാം പറഞ്ഞു, പിന്നെ ആട്ടിനെ നിങ്ങൾ ഉടമയായി കൊടുക്കണ്ട, ആട്ടിനെ തൽക്കാലത്തേക്ക് കൊടുക്കുക. ആർക്ക്? കൃഷിക്കാർക്ക്. അപ്പൊ കൃഷിക്കാരെ ആട്ടിനെ കൊണ്ടുപോയി പോറ്റി പാലുമല്ല അവരിങ്ങനെ എടുക്കുക. കൃഷിയല്ലേ നശിച്ചിട്ടുള്ളൂ, കൃഷി സ്ഥലം അവിടെ ബാക്കിയില്ലേ? കൃഷി സ്ഥലം ഉണ്ടല്ലോ, കൃഷി സ്ഥലം ആട്ടിന്റെ ഉടമകൾക്ക് കൃഷി ഉടമകൾ വിട്ടുകൊടുക്കുക. എന്നിട്ടോ കൃഷി ഉടമകൾ സ്ഥലം വിട്ടുകൊടുത്ത ആട്ടിന്റെ ഉടമകൾ അവിടെ കൃഷി രണ്ടാമത് ചെയ്യുക. അപ്പൊ മറ്റവരോ ആട്ടിനെ ഉപയോഗിക്കുക. അങ്ങനെ കൃഷി ചെയ്ത് ആദ്യം കൃഷി എത്ര ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഈ ആട്ടിന്റെ വിലക്ക് എത്ര റുപ്യക്ക് കൃഷി ആയാല് ആട്ടിനെ മടക്കി കൊടുക്കുക, കൃഷിയും സ്ഥലവും മടക്കി അങ്ങോട്ട് കൊടുക്കുക. സുലൈമാൻ നബി ഇസ്ലാമിന്റെ വിധിയാണ്. സംഗതി ഒരേ വിഷയത്തിൽ രണ്ട് നബിമാര് വിധിച്ച വിധിയാണ്. രണ്ട് നബിമാരും സത്യത്തിലാണ്. പക്ഷേ കൂടുതൽ ഉഷാറുള്ള വിധി ആരതാ? സുലൈമാൻ നബി ഇസ്ലാമിന്റെ വിധിയാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, വദാവൂദ വസുലൈമാന ഇദ് യഹ്കുമാനി ഫിൽ ഹർസി ഇദ് നഫസത് ഫീഹി ഗനമുൽ ഖൗമി വകുന്നാ ലിഹുക്മിഹിം മുശാഹിദീൻ ഫഫഹംനാഹാ സുലൈമാൻ. ആ വിധിക്ക് നമ്മൾ സാക്ഷിയാണ് നബിയെ. സുലൈമാൻ നബി അലൈഹിസ്സലാമിനാണ് വിധി പറയുന്നതിൽ കൂടുതൽ അതാ മനസ്സിലായിട്ടുള്ളത്. പക്ഷേ ദാവൂദ് നബിയുടെ വിധി തെറ്റല്ല. ദാവൂദ് നബിക്കും വിധി പറയാൻ അധികാരമുണ്ട്, വിധി പറയാനുള്ള വിവരവുമുണ്ട്. വിവരത്തിന്റെയും അധികാരത്തിന്റെയും അടിസ്ഥാനത്തിൽ ആധികാരികമായി പറഞ്ഞതാണ് ദാവൂദ് നബി ഇസ്ലാമിന്റെ വിധിയും സുലൈമാൻ നബിയുടെ വിധിയും. രണ്ടും ശരിയാണ്. കൂടുതൽ നന്നായത് ഉഷാറായത് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ വിധിയാണ്. ഇതുപോലെയാണ് ഇതാ അഖ്ത എന്ന് പറഞ്ഞാൽ മുജ്തഹിദായ ഇമാം ഖത്തായി പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അഫ്ളൽ ഏറ്റവും കൂടുതലായത് എത്തിച്ചില്ലെങ്കിലും കൂടുതൽ നല്ലത് എത്തിച്ചില്ലെങ്കിലെന്നാണ്. കൂടുതൽ നല്ല വിധി എത്തിച്ചാലെന്നാണ്. രണ്ട് പ്രതിഫലമുണ്ടെന്ന് പറഞ്ഞതിനർത്ഥം ഇമാം സൂയൂത്തി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. അപ്പൊ എല്ലാ ഇമാമിങ്ങളും സത്യത്തിലാണ്, ഒരു ഇമാമും പിഴച്ചവരില്ല. കാരണം എല്ലാം തെളിവിന്റെ അടിസ്ഥാനത്തിലുള്ള വിധികളാണ്. ഇതാണ് അതിന്റെ കാരണം. ഇതുകൊണ്ട് തന്നെയാണ് അൽ ഫുർഖാൻ ബൈന ഔലിയാഉർ റഹ്മാൻ വഔലിയാഉ ശൈത്താൻ എന്ന ഗ്രന്ഥത്തിൽ അതാ ഇബ്നു തൈമിയ്യ പറയുന്ന 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെ സ്വീകരിക്കണമെന്ന്. എന്നാ സഹോദരന്മാരെ, വിവരമില്ലാതെ ഈ ഇമാമിങ്ങളെ മുഴുവനും തള്ളിയിട്ട് വിവരമില്ലാതെ മതം പറയുകയാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇമാമിങ്ങൾ മുജ്തഹിദീങ്ങളായ പണ്ഡിതന്മാരില്ലാത്ത കാലത്ത് വിവരമില്ലാത്തവരെ പിടിച്ച് നേതാക്കളാക്കിയിട്ട് അവര് ജനങ്ങളെ പിഴപ്പിക്കും. ആ പിഴപ്പിക്കൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മദ്ഹബ് വിട്ടവരൊക്കെ പിഴച്ച് പോവുകയാണ്. തർക്കമില്ല. ആർക്ക് വേണമെങ്കിലും ആയിരക്കണക്കിന് തെളിവുകൊണ്ട് ഞാനത് തെളിയിക്കാം. അതുകൊണ്ട് ആ ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഓ മോനെ, ലാ യഅലമു മിൻ ഇലാഹി ജുമലി ഇൽമിൽ കിതാബി അഹദുൻ ജഹില സഅത ലിസാനിൽ അറബി വകസ്റ
بصيرة وجوهه وجمامانه وتفرقها ومن علمه إن دفت عنه الشبه التي دخلت على من جهل لسانها. അറബി ഭാഷയുടെ വിശാലമായ അറിവില്ലാത്തവൻ ഒരിക്കലും തന്നെ അള്ളാഹുവിന്റെ ഖുർആനിലുള്ള നിയമം പറയാൻ പാടില്ല. അറബി ഭാഷ അറിയാതെ നിയമം പറയാൻ പാടില്ല. അറബി ഭാഷ വളരെ വിശാലമാണ്, അതങ്ങനെ പഠിച്ചു തീർക്കാൻ കഴിയുന്നതല്ല, അത്രയും വിശാലമാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ഓ മോനെ, എടോ, നീ പറഞ്ഞ വിധി ശരിയായാൽ പോലും ഖുർആനും ഹദീസും നോക്കി വിവരമില്ലാത്ത നീ നിയമം പറയാൻ പാടില്ല. നീ പറഞ്ഞതിന് ശരിയായാലും നീ കുറ്റക്കാരനാണ്. തെറ്റ് പറഞ്ഞാലോ ഒരിക്കലും നിനക്ക് അല്ലാഹു ഊറ് തരൂല. എന്ന് മാത്രമല്ല, നീ വിവരമില്ലാതെ മതം പറഞ്ഞാൽ പടച്ചവന്റെ അടുക്കൽ കുറ്റക്കാരനാണ്. നീ മനസ്സിലാക്കിക്കൊള്ളണം, വിവരമില്ലാതെ മതം പറയുന്നവർ മനസ്സിലാക്കിക്കൊള്ളണം. മതം പറയാൻ അറിയാതെ മതത്തിന്റെ നിയമം പറയുന്നവൻ അവനത് പറയാതിരുന്നെങ്കിൽ അതല്ലായിരുന്നു അവന് നല്ലത്. അള്ളാന്റെ അടുക്കൽ രക്ഷപ്പെടാൻ എനിക്ക് ഖുർആനും സുന്നത്തും നോക്കി പറയാൻ അറിയില്ല എന്ന് പറയലായിരുന്നില്ലേ നല്ലത്? ശാഫി ഇമാം റളിയല്ലാഹു പറയാണ്, എന്റെ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ആ വലിയ സ്ഥാനം അതെത്തിച്ചവര് മാത്രമേ നിയമം ഖുർആൻ നോക്കി ഹദീസ് നോക്കി പറയാൻ പാടുള്ളൂ. അവരോടാണ് സഹോദരന്മാരെ ശാഫി ഇമാം റളിയല്ലാഹു പറഞ്ഞത്, എന്നെ നിങ്ങൾ തഖ്ലീദ് ചെയ്യരുത് എന്ന് പറഞ്ഞൊരു വാചകം, ശാഫി ഇമാമിന്റെ വാചകം സാധാരണ പുത്തൻവാദികൾ ഉദ്ധരിക്കാറുണ്ട്. ആ വാചകത്തെ സംബന്ധിച്ച്, ആ വാചകത്തിന് വ്യാഖ്യാനം എഴുതിയ ഇമാം മാവർദി റളിയല്ലാഹു അൻഹു, ഫഹാദാ മാ ഫീ തഖ്ലീദിൽ മുജ്തഹിദി ലിൽ മുജ്തഹിദി വഹാദാ അല്ലദീ അവറദഹു ശാഫി ബിന്നഹി അൻ തഖ്ലീദിഹി വ തഖ്ലീദി ഗൈരിഹി. ശാഫി ഇമാം എന്നെ തഖ്ലീദ് ചെയ്യരുതെന്ന് പറഞ്ഞത് ശാഫി ഇമാമിനെ പോലത്തെ മറ്റൊരു പണ്ഡിതൻ തഖ്ലീദ് ചെയ്യരുത്, സ്വീകരിക്കരുതെന്നാണ്. അല്ലാതെ മുജ്തഹിദ് അല്ലാത്തവർ തഖ്ലീദ് ചെയ്യരുതെന്നല്ല. ഉദാഹരണത്തിന് ശാഫി ഇമാമിന്റെ ശിഷ്യനാണ് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു സ്വന്തം തന്നെ നിയമം കണ്ടെത്താൻ അറിവുള്ള ആളാണ്. അവിടെ ഷാഫി ഇമാമിനെ പിന്തുടർന്നുകൊണ്ട് നിയമം പറഞ്ഞാൽ പോലെ സ്വന്തം കണ്ടെത്തണം. ഇതാണ് പറഞ്ഞതിന്റെ ബയനയെന്ന് അതാ മുഖ്തസറുൽ മുസ്ലിയുടെ വ്യാഖ്യാനമായ അൽ ഹാബിൽ കബീറിന്റെ 1-ാം വാല്യം 33-ാം പേജിൽ ഇമാം മാവർദി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. അപ്പൊ വിവരമില്ലാതെ പറയരുത്. പറഞ്ഞാല് ഷാഫി ഇമാം പറയാണ്, മോനെ, നീ ഇസ്ലാം ദീനിന്റെ നിയമം ഖുർആനും ഹദീസും നോക്കി പറയാൻ വിവരമില്ലാതെ നീ പറഞ്ഞാല് ഞാൻ ആലോചിച്ചോളാം. അള്ളാന്റെ ഒരു ആയത്ത്, ഏതായത്ത്? يوم تجد كل نفس ما عملت من خير محضرا وما عملت من سوء. പടച്ചവന്റെ അടുക്കൽ ഒരു ദിവസമുണ്ട്, ഏത് നല്ല കാര്യം ചെയ്തവരും അത് ഹാജരായിട്ട് അവിടെ എത്തിക്കും. തെറ്റ് ചെയ്തവൻ തെറ്റ് ചെയ്തതും അവിടെ എത്തിക്കും. തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അബദൻ ബഈദാ. ഞാൻ തെറ്റ് ചെയ്യേണ്ടതില്ലായിരുന്നു. ഖുർആനും സുന്നത്തും നോക്കി നിയമം പറയാൻ അറിയാത്ത ഞാൻ ശാഫി ഇമാമിനെ പോലെ ഞാനും നിയമം പറയുന്നവരാണെന്ന് പറഞ്ഞ് ഖുർആനും സുന്നത്തും നോക്കി പറയേണ്ടതില്ലായിരുന്നു. അതിനെവിടെ ഖുർആനിൽ തെളിവ്? നിങ്ങളെ ഇമാമികൾ പറഞ്ഞതല്ലേ എന്ന് ഇമാമികളെ നിസാരപ്പെടുത്തി ഞാൻ പറയേണ്ടതില്ലായിരുന്നു. അതുപോലെ ഇമാമിങ്ങൾ പറഞ്ഞതിന് അത് ഇമാമിങ്ങൾ പറഞ്ഞാൽ ഞങ്ങളൊന്ന് പരിശോധിക്കണം എന്ന ഹുങ്ക് പറഞ്ഞതിന് ആ പറഞ്ഞ മനുഷ്യന്മാരെ പോലത്തെ വിവരമില്ലാത്ത കക്ഷികൾ അവിടുന്ന് ചിന്തിക്കുകയാണ്, ഞങ്ങളെ ചെയ്ത പണിയും ഞങ്ങളും തമ്മിൽ വളരെ വിദൂരമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലാ, തെറ്റ് ചെയ്തു പോയല്ലോ, നിന്റെ തീര് നിങ്ങൾ അറിയാതെ പറഞ്ഞല്ലോ. ഇങ്ങനെ അവർ ചിന്തിക്കുന്നൊരു സമയം വരാനുണ്ട് മോനെ. അല്ല നിങ്ങളെ അതാ അവനെ നിങ്ങളെ ഭയപ്പെടുത്തുകയാണ്. വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ആഖിറത്തിലേക്ക് സമ്പാദിക്കേണ്ട. അറിയാത്ത കാര്യം പറയുന്നവൻ നന്നായി ചിന്തിച്ചോളണം. ഇനി സഹോദരന്മാരെ എഴുന്നേറ്റിരിക്കണം. ഞാൻ 1-2 ഉദാഹരണം വളരെ പെട്ടെന്ന് പറഞ്ഞു നിർത്തുകയാണ്. സഹോദരന്മാരെ, ഒരു ചെറിയ ചരിത്രം പറഞ്ഞിട്ടു. നിങ്ങൾ നോക്ക്, പരിശോധനന്റെ ഒരു കോലം. ഇമാമിങ്ങൾ പറഞ്ഞ പരിശോധിക്കുന്ന കൂട്ടരുണ്ടല്ലോ, നമ്മളെ ഇമാമിങ്ങളെല്ലാം നമ്മളോട് പറഞ്ഞ് സുബഹി ബാങ്ക് കൊടുത്ത അഥവാ സുബഹി ആയാല് നിങ്ങൾ എന്ത് വേണം? നോമ്പ് തുടങ്ങിയെന്ന്. സുബഹി ആയാല് ഫജ്ർ സാദിഖ് പോലും ആയാലും നോമ്പ് തുടങ്ങിയെന്ന്. ഇവരതൊന്ന് പരിശോധിക്കാൻ ഇറങ്ങി. നോമ്പിന്റെ സമയം പരിശോധിക്കാൻ ഇറങ്ങി മുജാഹിദിന്റെ മൗലവിമാര്. ഇമാമിങ്ങൾ പറഞ്ഞ ഷാഫി ഇമാമും അബൂ ഹനീഫ എന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റൂലല്ലോ, അവർ സ്വന്തം പരിശോധിക്കണ്ടേ? പരിശോധിച്ചിട്ട് വലിയൊരു കിതാബ് എഴുതി. നമ്മളെ ഇമാമിങ്ങളെ കിതാബ് ഒറ്റ കിതാബിന് 25,000 രൂപയിലുണ്ടാവും.
അത്രയും കിതാബ് എഴുതും. എങ്ങനെ എഴുതിയ കറാമത്ത് എന്നല്ല എന്ന് പറയാനാ. ഞമ്മക്ക് ഇപ്പൊ ഈ ലൈറ്റ് ഒന്നും ഉണ്ടായിട്ട് ഒരു ദിവസം ലൈറ്റ് പോയാൽ കുട്ടികൾ പാടാക്കൂല. ഒരു ദിവസം ലൈറ്റ് പോയാലേ കുട്ടികൾ പാടാക്കൂല. ഇമാമിങ്ങളൊക്കെ കിതാബ് എഴുതുന്ന കാലത്ത് തിരുവിളക്കും കത്തിച്ചാ എഴുതിയത്. തിരുവിളക്കും കത്തിച്ചിട്ട് എത്ര നൂറുകണക്കിന് വാല്യുള്ള കിതാബ് എങ്ങനെ അവർ എഴുതിയത്, എങ്ങനെ അവർക്ക് സമയം കിട്ടി, എന്തൊരു കറാമത്ത് നേരം പറയണ്ടേ. എന്നാൽ ആ എഴുതിയ ഇമാമിങ്ങള് നൂറുകണക്കിന് വാല്യങ്ങളുടെ 10,000 റുപ്യന്റെ കിതാബ്, കാര്യമായിട്ടൊരു കിതാബ് എഴുതിയതാണ് ഇത്. എന്റെ വലുപ്പം തന്നെ കണ്ടില്ലേ, എത്ര 10,000 ഇത്. ഈ ബുക്ക് കാര്യമായിട്ടൊരു മൗലവി നോമ്പിനെ പറ്റി. ഇതിലെന്താ പറയുന്നത്? ഇതിൽ പറയുന്നത് നോമ്പിന് ബാങ്കും കൊടുത്ത് ഇഖാമത്തും കൊടുത്താൽ വെള്ളം കുടിക്കാം. എന്ത് ബാങ്ക്? സുബഹി ബാങ്ക്. സുബഹി ബാങ്കും കൊടുത്ത് ഇഖാമത്തും കൊടുത്തിട്ട് വെള്ളം കുടിച്ചിട്ട് ഇഖാമത്തും കൊടുത്തതിന് ശേഷം വെള്ളം കുടിക്കാന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. കേട്ടോളി. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ സുബഹി ബാങ്ക് വിളിക്കുമ്പോഴും ഇഖാമത്ത് കഴിഞ്ഞ ശേഷവും, സുബഹി ബാങ്ക് വിളിക്കുമ്പോഴും ഇഖാമത്ത് കഴിഞ്ഞ ശേഷവും വെള്ളം കുടിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവദിച്ചിരുന്നു എന്ന കാര്യം മുമ്പ് ഉദ്ധരിച്ച ഹദീസുകളിൽ വ്യക്തമാക്കപ്പെട്ടത് വായനക്കാർ മറക്കാതിരിക്കുക. അപ്പൊ മറക്കാണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? മുമ്പ് ഹദീസ് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ പറഞ്ഞത്? റമദാൻ മാസത്തിൽ സുബഹി ബാങ്ക് കൊടുത്തിട്ട് ഇഖാമത്തും കൊടുത്തതിന് ശേഷം വെള്ളം കുടിക്കാതെ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. മുമ്പ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഈ ബുക്കിൽ മുമ്പ് പറഞ്ഞു എന്ന് അങ്ങനെ ഉണ്ടോ? ഇല്ല. മുമ്പ് എന്താ ഉള്ളത് അറിയോ? മുമ്പ് അവർ ഉദ്ധരിച്ച ഒരു ഹദീസ് ഉണ്ട്. ഹദീസ് ലൈഫോ ചെയ്യുന്നില്ല, വേറെ വിഷയം. ബുഖാരി ഒന്നുള്ള ഹദീസ് തന്നെ അല്ല, പോട്ടെ. അത് അതിൽ തന്നെ എന്താ ഉള്ളത്? ഹദീസിൽ എന്താ ഉള്ളത്? റമദാൻ മാസത്തിൽ സുബഹിന്റെ ശേഷം ബാങ്ക് കൊടുത്ത് ഇഖാമത്ത് കൊടുത്ത് വെള്ളം കുടിച്ചോന്നതിലുണ്ടോ? ഇല്ല. അതിനെന്താ ഉള്ളത്? ഞാൻ വായിച്ചു വെച്ചുതരാം. അവരെന്റെ എഴുതി വായിച്ചു വെച്ചുതരാം. ഉഖീമത്ത് സലാത്തു വല്ലിനാഹു ഫീ യദി ഉമറ ഖാല അസ്റബുഹാ യാ റസൂലല്ലാഹ് ഖാല നഅം ഫശരിബഹ. തബരി. എന്താ പേരുള്ളത്? സുബഹി നമസ്കാരത്തിന് ഇഖാമത്ത് വിളിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലാകട്ടെ കുടിക്കാനുള്ള വെള്ളപ്പാത്രവും. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, റസൂലേ ഇത് ഞാൻ കുടിച്ചോട്ടെ? നബി പറഞ്ഞു, അതേ കുടിച്ചോളൂ. അപ്പോൾ അദ്ദേഹം കുടിച്ചു. തഫ്സീർ തബരി 2-ാം നൂറ്റാണ്ട്. ഇതിൽ റമദാൻ മാസത്തിൽ ഇതുണ്ടോ? നോമ്പിന് ഇതുണ്ടോ? സുബഹി ബാങ്ക് കൊടുത്തിട്ട് ഇഖാമത്ത് കൊടുക്കുന്നതിന് മുമ്പ് വെള്ളം കുടിച്ചു. ഇത് റമദാന്റെ സുബഹിക്കാനുണ്ടോ? നോമ്പിനാന്നുണ്ടോ? ഇല്ല. ഇതാ ഉദ്ധരിക്കുന്ന ഇതിന് അനുയായികളെ കൊണ്ട് റമദാനിലെ നോമ്പിന് സുബഹിന്റെ ശേഷം വെള്ളം കുടിക്കാൻ, സുബഹിയായിട്ട് ഇഖാമത്തും കൊടുത്താൽ വെള്ളം കുടിക്കാനുള്ള ഇതാ ഹദീസ് തെളിവ്. ഇവർക്ക് ദീന് ഏൽപ്പിച്ചു കൊടുത്താലേ നമ്മുടെ ദീന് പിന്നെന്താ ബാക്കി ഉണ്ടാകുക? നിങ്ങൾ ആലോചിച്ചു. പിന്നെ നോമ്പ്, നിസ്കാരം ഞാൻ മുമ്പ് പല സ്ഥലത്തും പറഞ്ഞതാണ്. ഇപ്പം കണ്ടില്ല നിങ്ങൾ? ഇതിൽ നിസ്കാരത്തിന്റെ ഫർള് 14, 78 മുതൽക്ക് 82 മുതൽക്ക് 9. പിന്നെ അത് നമ്മൾ എതിർത്ത് പ്രസംഗിച്ചപ്പോ 87 മുതൽക്ക് വീണ്ടും 14. പക്ഷെ പിന്നത്തെ 14 എങ്ങനെ? സലാം വീട്ടിയിട്ട് നിയ്യത്ത്. എന്ത് രസം ഉണ്ടാവും? സലാം അലൈക്കും വറഹ്മത്തുള്ളാഹ്, സലാം അലൈക്കും വറഹ്മത്തുള്ളാഹ്. നൂറെന്ന ഫർള് നിസ്കാരം 4 റക്അത്ത് ഞാൻ നിസ്കരിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് നിയ്യത്ത്. അപ്പൊ അത് ഞാൻ ഈ 3 ബുക്കും കൈ പിടിച്ച് പ്രസംഗിച്ചപ്പോ 91 പുതിയ ബുക്ക്. അതിൽ നിസ്കാരത്തിന്റെ ഫർള് വീണ്ടും നിയ്യത്ത് ഒന്നാക്കിയിട്ട് 14. അതേ സമയത്ത് 5-ാം ക്ലാസ്സിൽ നിസ്കാരത്തിന്റെ ഫർള് 10. ഇവരെയാണ് നമ്മൾ ഇസ്ലാം ദീൻ ഏൽപ്പിക്കേണ്ടത്. ഇവരെന്താ ഇസ്ലാം ദീൻ പഠിക്കേണ്ടത്? ഇവരെ വിധി, ഇവരെ മദ്ഹബ്, ഇവരെ തീരുമാനം അംഗീകരിക്കേണ്ടത്. ഇനി വിശ്വാസത്തിന്റെ കാര്യം തന്നെ, ഇത് കർമ്മപരമായ കാര്യമാണെങ്കിൽ വിശ്വാസം തന്നെ നിങ്ങൾ നോക്കൂ. അള്ളാഹിനെ പറ്റിയുള്ള വിശ്വാസത്തിന് എത്ര മാറ്റം പറ്റി? ഇത് കണ്ടോ? ഇത് വക്കം മൗലവിന്റെ ബുക്ക്. ഇതിൽ അയാൾ പറയുന്നത്, വക്കം മൗലവിന്റെ ബുക്കിൽ അള്ളാഹ് ഒരു പ്രത്യേക സ്ഥലത്താണെന്ന് വിശ്വസിക്കുന്നത് അത് ഇതര മതക്കാരെ വിശ്വാസമാണ്. ഇത് കണ്ടോളെ. ഈ മതത്തെക്കുറിച്ച് വിവരമില്ലാത്ത ചില ഇതര മതസ്ഥന്മാർ ഊഹിക്കും പോലെ ദൈവത്തിന് കഅബയുമായി എന്തെങ്കിലും പ്രത്യേക ബന്ധമുണ്ടെന്ന അർത്ഥത്തിലല്ല. ദൈവം കാലദേശ സംബന്ധമില്ലാത്തവനാണെന്നും സകല സ്ഥലങ്ങളും ദൈവത്തിന് ഒരേ നിലയിലുള്ളതാണെന്നും പ്രത്യേകമായി യാതൊരു സ്ഥലത്തും ദൈവത്തെ സങ്കല്പിക്കുവാൻ പാടില്ലെന്നുമുള്ളത് ഇസ്ലാം മതത്തിന്റെ മൂലതത്വങ്ങളിൽപ്പെട്ട സംഗതികളാവുന്നു. അപ്പൊ പ്രത്യേക സ്ഥലത്താണ് ദൈവം എന്ന് അള്ളാഹ് എന്ന് പറയാൻ പറ്റില്ല. അത് ഇസ്ലാമിന്റെ മൂലതത്വമാണ് എന്ന് പറഞ്ഞു. ഇപ്പം മൂലതത്വം പോയി. ഇപ്പം മൗലവിമാരെന്താ പറയുന്നത്? ഇപ്പം മൗലവിമാര് പറയുന്നത് അള്ളാഹ് അർശിന്റെ മോൾ. ഈ ബുക്ക് വായിച്ച് പഠിച്ചിട്ട് മുജാഹിദീങ്ങളുടെ കൂട്ടത്തിലുള്ള വലിയ മുജ്തഹിദാണ് അക്ബർ മൗലവി, MM അക്ബർ. അയാള് എഴുതി അള്ളാഹ് ആകാശത്തിന് മുകളിലാണെന്ന് വിശ്വസിക്കാൻ പാടില്ല, അള്ളാഹു തആല അർശിന്റെ മുകളിൽ ഇരിക്കുന്നു എന്ന് പറയാൻ പാടില്ല. അത് ആദ്യം എഴുതി. അതാണ് ഇത്. എന്നാൽ പ്രപഞ്ചാതീതനായ ദൈവം പ്രപഞ്ചത്തിന് പുറത്ത് 7-ാം ആകാശത്തിന് മുകളിൽ സിംഹാസനാരൂഢനായിരിക്കുന്ന സ്വേച്ഛാധിപതിയായ ഒരു ചക്രവർത്തിയാണെന്ന ധാരണ ഇസ്ലാം വളർത്തുന്നില്ല. ദൈവവിശ്വാസം MM അക്ബർ, പേജ് 22. ഇതന്നയാളെ. ഇപ്പൊ മൗലവിമാർ അള്ളാഹിനെ പറ്റി തീരുമാനം മാറ്റി.
അള്ളാഹിനെ പറ്റി ഇപ്പം പറയുന്നത് അള്ളാഹ് ഏഴാകാശത്തിന്റെ മേലെ ഒരു സിംഹാസനം വെച്ചിട്ട് അതിന്റെ മുകളിൽ ഇരിക്കുകയാണ്. അപ്പൊ ഇയാളെന്ത് ചെയ്തു? ഇയാളും മാറ്റി. ഇയാളെന്താ ഇപ്പം പറയുന്നത്? ഇപ്പൊ ഇയാൾ പറയുന്നത് അത് എനിക്ക് വിവരമില്ലാത്ത കാലത്ത് ഞാൻ അള്ളാഹിനെ പറ്റി അങ്ങനെ എഴുതിയതാണ്. വിവരമില്ലാത്ത കാലത്തെ കേട്ടോളെ, ഖുർആനിന്റെയും വ്യക്തമായ ഹദീസുകളുടെയും വെളിച്ചത്തിൽ ഈ പരാമർശം തെറ്റാണെന്നാണ് എനിക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അള്ളാഹുവിന്റെ സത്തയെക്കുറിച്ച് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അവഗാഹമായി പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത സമയത്ത് രചിച്ച കൃതികളിൽ അബദ്ധങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. ഒരു മത്തി പൂച്ച കൊണ്ടുപോയ വിലയും കൂടില്ല. അബദ്ധങ്ങൾ ഉണ്ടായത് സാധാരണയാണ്. എന്തിലേ അബദ്ധം ഉണ്ടായത്? അള്ളാഹിനെ പറ്റിയുള്ള വിശ്വാസത്തിൽ. അള്ളാഹ് അർശിന്റെ മുകളിലാണ് എന്ന് പറയാൻ പറ്റൂല എന്ന് ആദ്യം. ഇപ്പൊ പറയുന്നത് അതെനിക്ക് അബദ്ധം പറ്റിയാണ്, പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പഠിച്ചിട്ടില്ല, എന്നാ ചൂട്ടേന്റെ വെളിച്ചത്തിൽ ഞാൻ പഠിച്ച്. ഇവരെയാണോ നമ്മൾ തുടരുന്നത്? ഷാഫി ഇമാമിനെയും വിട്ടിട്ട് ഇവരെയാണോ മുസ്ലിമുകൾ തുടരേണ്ടത്? ഇയാളാണ് ഇവരെ ഏറ്റവും വലിയ നേതാവ്. എനിക്ക് കേൾക്കണോ? ഇവരെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുൽ, അയാൾ പച്ച മലയാളത്തിൽ ഈ ബുക്കിൽ എഴുതി അള്ളാഹുവിന്റെ കൈകളെ കുറിച്ച പരാമർശം ആകാശങ്ങൾ വലതു കൈയിലും ഭൂമി ഇടതു കൈയിലുമാണ്. അപ്പൊ അള്ളാഹ് വലത്തെ കയ്യിൽ ആകാശം പിടിച്ച് ഇടത്തെ കയ്യിൽ ഭൂമിയും പിടിച്ച്. എന്നിട്ടാ പിന്നെ പറയുന്നത് അള്ളാഹ് സിംഹാസനത്തിന് മുകളിലാണ്. ഈ സിംഹാസനം എവിടെയുള്ളത്? ആകാശത്തിന്റെ മുകളിൽ. അപ്പൊ ആകാശം അള്ളാഹ് വലത്തെ കൈ പിടിച്ചൊരാകാശം, അതിന്റെ മുകളിലൊരു സിംഹാസനം, അതിന്റെ മുകളിൽ അള്ളയും. നിങ്ങളൊന്ന് ആലോചിച്ചു ഇവർക്ക് എന്താ പറ്റിയത്? ഷാഫിമാവിനെ വിട്ടിട്ട് ഇവരെ പിന്നാലെ നമ്മൾ കൊണ്ടത്. എനിക്ക് കേൾക്കണോ? അങ്ങനെ രണ്ട് കൈയുണ്ട്, വലത്തും എടുത്തും കൈയുണ്ട്. അതിൽ പറഞ്ഞു ഭൂമി എടുത്ത് കയ്യിലിരുന്ന. ഇപ്പോ ഞാനുമായിട്ട് സംവാദം നടത്തിയ സക്കരിയാസലായി പുതിയ ബുക്ക്, അതിലയാൾ പറയുന്നത് അള്ളാഹുവിന്റെ ഇരു കൈകളും വലം കൈയാണെന്നും അഥവാ അവന് ഇടത് കൈ ഇല്ലെന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇവര് മുമ്പ് പരിശോധിച്ചപ്പോൾ വലത്തും എടുത്തും കൈയുണ്ട്, ഇപ്പം പരിശോധിച്ചപ്പോൾ വലത്ത് 2-4 എടുത്തില്ല പോലും. അള്ളാഹ് സുബ്ഹാനല്ലാഹ്, അള്ളാഹ് അവയവങ്ങൾ ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഇവരെയാണോ നമ്മൾ ഷാഫി ഇമാമിനെ വിട്ടിട്ട് തുടരേണ്ടത്? ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇവര് തന്നെ പറയുന്നത് അവർ ഇസ്ലാമെന്ന് പുറത്താണ്. ഞാൻ പറയല്ലോ, വെറുതെ എന്റെ പേരിൽ വെച്ചിട്ടണ്ട. ഇവരെന്നെ പറയുന്നത് ഇവർ ഇസ്ലാമെന്ന് പുറത്താണ്. അവരുടെ കേട്ടോളെ, ഇവരുടെ നേതാവ് അമാനി മൗലവി ഖുർആൻ പരിഭാഷയിൽ അത് KNM പ്രസിദ്ധീകരിച്ച് അതിലയാൾ പറയുന്നത് സ്ഥലകാലങ്ങളിൽ നിന്നും സൃഷ്ടികളുമായുള്ള എല്ലാവിധ സാദൃശ്യങ്ങളിൽ നിന്നും പരിശുദ്ധനാണല്ലോ അള്ളാഹു. അപ്പൊ അള്ളാഹു തആല സ്ഥലകാലങ്ങളിൽ നിന്ന് പരിശുദ്ധനാണ്, സൃഷ്ടികളുള്ള സാദൃശ്യങ്ങളിലും പരിശുദ്ധനാണ്. അത് ഖുർആൻ പരിഭാഷയിൽ ഇപ്പോഴും ഇത് വിറ്റുവെച്ചാക്കുന്നുണ്ട് ഈ ഖുർആൻ പരിഭാഷ. എന്നാ വേറൊരു പരിഭാഷ അതിലും അത് തന്നെ പറയുന്നത് കേട്ടോളെ, ഇസ്തവാ അലൽ അർശ് എന്ന വാക്യത്തിന്റെ ഭാഷാർത്ഥത്തെ മാത്രം അടിസ്ഥാനമാക്കി അള്ളാഹു അർശിന്മേലിരിക്കുകയാണെന്നും മറ്റും ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത് സ്വീകാര്യമല്ല തന്നെ. അള്ളാഹുവിനെ സൃഷ്ടികളോട് സമപ്പെടുത്തലും അവന്റെ ഗുണവിശേഷങ്ങളുടെ പരിശുദ്ധിയെ നിരാകരിക്കലുമാണത്. അപ്പൊ അള്ളാഹിന്റെ പരിശുദ്ധിയെ നിരാകരിക്കലാണ്. അള്ളാഹ് ഒരു സ്ഥലത്താണ് അർശിന്റെ മുകളിൽ ഇരിക്കുന്നു എന്ന് പറയലെന്ന് ഇവരെ ഖുർആൻ പരിഭാഷയിൽ. ഇനിയും കേട്ടോളെ, അങ്ങനെ പറയുന്നു കാഫിറാണ് അവർ അൽമനാറിൽ കേട്ടോളി. മുഹത്തദി കാഫിർ എന്ന് പറയപ്പെടുന്നു. ആർക്ക്? അള്ളാഹുവിന്റെ ജഡം, രൂപം, ഭാഗം, സ്ഥലം മുതലായ വല്ലതും ഉണ്ടെന്ന് വിശ്വസിക്കുക. അപ്പൊ അള്ളാഹ്ക്ക് സ്ഥലം ഉണ്ടെന്ന് രൂപം ഉണ്ടെന്ന് വിശ്വസിച്ചാൽ കാഫിറാണ് നൽമനാറ്. 1952 ഫെബ്രുവരി. എന്നാൽ നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ഇവര് ഖുർആൻ ഹദീസും പിന്നെയും നോക്കി, ഇവർക്ക് നോക്കൽ തന്നെയല്ല പണി. ഇവര് പിന്നെയും പരിശോധിച്ചു. പുതിയ പരിശോധനയിൽ അവരെന്താ കണ്ടെത്തിയെന്നറിയോ? പുതിയ പരിശോധനയെ കണ്ടെത്തിയതാ അൽമനാറ്, പുതിയ അൽമനാറ് 2005 ഏപ്രിലിൽ. അള്ളാഹു എവിടെ? പരസ്യം. അള്ളാഹു എവിടെ? അള്ളാഹു അർശിന് മുകളിൽ, അള്ളാഹു സിംഹാസനത്തിൽ ഉപവിഷ്ടനാണെന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. അള്ളാഹു പറയുന്നു അർറഹ്മാനു അലൽ അർശി ഇസ്തവ. ഇനിയും കേട്ടോളെ, അള്ളാഹു ആകാശത്താണ് ഉള്ളതെന്നതിന് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ കാണാൻ സാധിക്കും. അപ്പൊ അള്ളാഹു ആകാശത്തിൽ. പിന്നെയും പറയുന്നു അള്ളാഹു ആകാശത്തിന് മുകളിൽ സൃഷ്ടികളിൽ നിന്നെല്ലാം വേറിട്ട് സിംഹാസനത്തിലാണ്. ഇതിന്റെ ആശയം അള്ളാഹു സൃഷ്ടികളിൽ നിന്നെല്ലാം വേറിട്ട് തന്റെ ദാത്തോടുകൂടി സിംഹാസനത്തിൽ ഉപവിഷ്ടനാണെന്നാണ്. അപ്പൊ അള്ളാഹ് സിംഹാസനത്തിന്റെ മുകളിലാണ്, ആകാശത്തിന്റെ മുകളിലാണ്. സ്ഥലമുണ്ട്. ഇപ്പോ മുമ്പ് പറഞ്ഞ എന്താണ്? സ്ഥലമുണ്ടെന്ന് വിശ്വസിച്ചാൽ അള്ളാന്റെ പരിശുദ്ധി ചോദ്യം ചെയ്യലാണ്. അപ്പൊ ഇപ്പൊ അള്ളാന്റെ പരിശുദ്ധി പോയി. അങ്ങനെ അള്ളാന്റെ പരിശുദ്ധി പോയി പോവോ? അള്ളാന്റെ പരിശുദ്ധി പോയി പോവോ? അള്ളാന്റെ സൃഷ്ടികളോട് സമപ്പെടുത്തൽ ശിർക്കാണ് ഖുർആൻ പരിഭാഷയിൽ, അവരെ പരിഭാഷയിൽ. ഇപ്പം പറയുന്നത് അള്ളാനെ സമപ്പെടുത്തലാണ് അള്ളാഹ്ക്ക് സ്ഥലമുണ്ട് എന്ന് വാദിക്കലെന്നാ നേരത്തെ പറഞ്ഞു. ഇപ്പം പറയുന്നത് അള്ളാഹ്ക്ക് സ്ഥലമുണ്ട്, അള്ളാഹ് സ്ഥലത്തിരിക്കുകയാണ്, സിംഹാസനത്തിന്റെ മുകളിലാണ്, ആകാശത്തിന്റെ മുകളിലാണ്. മുമ്പ് പറഞ്ഞത് അങ്ങനെ പറയുന്നു കാഫിറാണെന്നാ. ഇപ്പം പറയുന്നത് അങ്ങനെ പറഞ്ഞേ പറ്റുള്ളൂ, കാഫിറായേ പറ്റൂന്നാ. അപ്പൊ ഖുർആനും ഹദീസും ഇവര് പരിശോധിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, അവരെ മൗലവിമാര് തന്നെ പരിഭാഷയിലും പുസ്തകത്തിലും എഴുതിയതിന് വിരുദ്ധമായി ഓരോ ദിവസം കണ്ടെത്തിയിട്ട് ഇസ്ലാമെന്ന് ചാടി പോവുകയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്,
ഖിയാമത്തിനോടനുബന്ധിച്ച് ചില കക്ഷികൾ വരും. അവരെന്ത് ചെയ്യും? അവർ യഖൂലൂന മിൻ ഖൗലി ഖൈരിൽ ബരിയ, വേറെ ഹദീസിൽ യഖറഊനൽ ഖുർആൻ ലാ യുജാവിസു തറാഖിയഹും ഈമാനുഹും, അവരുടെ ഈമാൻ അവരെ തൊണ്ടക്കുഴി വിട്ട് കിടക്കൂല. യംബഖൂന മിനദ്ദീനി കമാ യംബഖു സഹ്മു മിനർ റമിയ, എറിയപ്പെട്ട വസ്തുവിൽ നിന്ന് അമ്പ് തെറിച്ചു പോകുന്നത് പോലെ ദീനിൽ നിന്ന് അവർ തെറിച്ചു പോകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഈ കക്ഷികളെ പറ്റി തന്നെയല്ലേ? നിങ്ങൾ ശരിക്കും ആലോചിച്ചു നോക്കും. അള്ളാഹിനെ പറ്റിയല്ലേ ഇപ്പൊ ഇത് പറയുന്നത്? ഇപ്പൊ പുതിയൊരു വിചിന്തനം, അതിലെ ചർച്ച അള്ളാഹാണോ പെണ്ണോനാ? സുബ്ഹാനല്ലാഹ്, ഇവരെവിടെ എത്തിയോ നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്റെ അവസാനം പറയുന്ന തീരുമാനം അറിയോ? അള്ളാഹു തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു രൂപം സ്വീകരിച്ചിട്ടുണ്ടെന്നും പരലോകത്ത് വെച്ച് ഭക്തന്മാർ അവരെ കാണുമെന്നുമുള്ള വിശ്വാസത്തിൽ അത് പരിമിതമാക്കുക. അള്ളാഹ് ഒരു രൂപം സ്വീകരിച്ചിട്ടുണ്ടല്ലോ. ഇവർ അൽമനാറിലല്ലേ പറഞ്ഞ രൂപം വിശ്വസിച്ച കാഫറാണ് 1952. അപ്പോ അള്ളാഹിനെ പറ്റി വരെ ഖുർആനും ഹദീസും വിവരല്ലാതെ പരിശോധിച്ചിട്ട് കർമ്മശാസ്ത്രത്തിൽ മാത്രമല്ല ഈമാൻ തന്നെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാ സാവിയിൽ ഇമാം സാവി പറഞ്ഞത്, അതുകൊണ്ടാ നേരത്തെ ഫതുൽ അലി മാലിക്ക് വായിച്ചത്, ഖുർആനും ഹദീസും നോക്കി നമ്മൾ തന്നെ നിയമം കണ്ടെത്തണമെന്ന് പറയുന്ന കക്ഷികള് അവര് വലാലത്താണ്, അവർ പിഴച്ചു പോയവരാണ്, ദീന് നശിച്ചു പോയവരാണ് എന്ന് സർവ്വ പണ്ഡിതന്മാരും പറഞ്ഞു. അതുകൊണ്ട് മുസ്ലിം സമുദായമേ, നമ്മളെ മഹാന്മാരായ പണ്ഡിതന്മാരെ വിട്ട് നിങ്ങൾ ഒന്നിനും പോകണ്ട. ഇനി ഒറ്റ കാര്യം കൂടി ഞാൻ പറയുന്നു, അത് നമ്മളോട് നടക്കൂല. ഷാഫി ഇമാമിനെ നമ്മൾ വിടൂല എന്ന് ഉറച്ചാ പിന്നെന്താ പണി? ഷാഫി ഇമാമിന്റെ വാക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ദുർവ്യാഖ്യാനം ചെയ്യാം. ഈ അബ്ദുസ്സലാം സുലമിയുടെ മൗലവിന്റെ അയാൾ പറഞ്ഞ 100 സ്ഥലത്ത് റസൂലുള്ള പറഞ്ഞതിനെതിരായിട്ട് ഷാഫി ഇമാം പറഞ്ഞു എന്നാ. വല്ലാത്ത സാധനം തന്നെ. ബുഖാരിയിൽ 40-60 ഹദീസ് ലൈഫ് ഇട്ടു എന്ന് പറഞ്ഞ അതേ മൗലവി പറഞ്ഞ ആയിഷ ബീവി ചാടിപ്പോയിട്ട് മുഹമ്മദ് നബി കണ്ടിട്ടില്ല. ഭാര്യമാര് ഭർത്താവ് കാണാണ്ട് ചാടിപ്പോക്കണ്ടല്ലോ. ആയിഷ ബീവി മുഹമ്മദ് നബി ആയിഷ ബീവി ചാടിപ്പോയത് അറിഞ്ഞില്ല എന്ന്. മുഹമ്മദ് നബി ആയിഷ ബീവി ചാടിപ്പോയത് അറിഞ്ഞില്ല. സുബ്ഹാനല്ലാഹ്. ആ മൗലവിക്ക് പിന്നെ ഷാഫിമാവിനെ പറ്റി പറഞ്ഞൂടെ? ആയിഷ ബീവിയെ പറ്റി ഇത്ര തോന്നിവാസം പറഞ്ഞ മൗലവി, ആ മൗലവിയുടെ ബുക്കാണ് ഷാഫി മദ്ഹബ്. എന്തിനാ? മുസ്ലിമീങ്ങളെ പറ്റിക്കാൻ എഴുതിയതാ. ഇതിലെന്താ പറഞ്ഞത്? അവര് പറയുന്നൊക്കെ ഷാഫി മദ്ഹബ് അനുസരിച്ചാണ് പോലും. അവർ പുതിയ തട്ടിപ്പ്. ഇതിൽ പറയുന്നത് മയ്യിത്തുണ്ടോമ്പോ ദിക്റ് എല്ലാം പാടില്ല. അതിനെന്താ തെളിവ്? ഷാഫി മദ്ഹബിലെ തുഫയിലുണ്ട്. തുഫയിൽ എന്താ ഉള്ളത്? യദ്കുറു ബിലിസാനിഹി സിർറൻ, പതുക്കെ ദിക്റ് ചൊല്ലിയിട്ട് പോകണോ? ബാങ്ക് കൊടുക്കുമ്പോഴത്തെ ശബ്ദം വേണ്ട, പതുക്കെ ദിക്റ് ചൊല്ലിട്ട് പോകണോ? ഇഖാമത്ത് പതുക്കെ, ബാങ്ക് ഉറക്കേന്നല്ലേ. അപ്പൊ പതുക്കെ ദിക്റ് ചൊല്ലിപ്പോണോ? അതിന് ഇവരർത്ഥം വെച്ചെന്നറിയോ? പൗലവിന്റെ അർത്ഥം കേട്ടോടെ, മിണ്ടാതിരിക്കണം, മരണത്തെയും ദുനിയാവിന്റെ ക്ഷണികതയും മറ്റും ഓർക്കുക, നാവ് കൊണ്ട് രഹസ്യമായി ഓർക്കാം, ശബ്ദിക്കരുത്. നാവ് കൊണ്ട് ഓർക്കുക. യദ്കുറുബിനിസായി നാവ് കൊണ്ട് വിക്രിയല്ലണോന്നാ അതിനർത്ഥം പറ്റാ. നാവ് കൊണ്ട് ഓർക്കുക, നാവ് കൊണ്ട് ഓർക്കുക, മുട്ടോണ്ട് മൂത്രയിക്കുക, മൗലവിമാരെ ഓരോരോ ഏർപ്പാടാ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇവർ അള്ളാന്റെ ദീന് നശിപ്പിക്കാൻ എടുക്കുന്ന ഓരോ കുതന്ത്രങ്ങൾ കണ്ടോ. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, നമ്മളെ സാലിഹീകളും ആരിഫീകളും ഔലിയാക്കളും വലിയ കുതുബകളുമായ 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ, അവരെ കറാമത്ത് പറഞ്ഞാൽ തീരൂല, അവരെ മഹത്വം പറഞ്ഞാൽ തീരൂല. ആ മഹാന്മാരെ പിന്തുടർന്ന് ജീവിച്ച് മരിക്കണം. കണ്ടോ നിങ്ങൾ, ഇത് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ സ്മരിക്കുന്ന മാസമാണ്. ആ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വലിയ കറാമത്ത് കണ്ട ആളാണ്. സുബ്ഹാനല്ലാഹ്, കറാമത്തിന് എത്ര പറഞ്ഞാൽ തീരൂലല്ലോ. അത് പറഞ്ഞാൽ തീരൂലല്ലോ, മനസ്സിന്റെ ഉള്ളിലുള്ളത്. അതേ അബൂബക്കർ ഇബ്നുൽ ഇമാദ് റഹിമഹുല്ലാഹ് പറഞ്ഞില്ലേ, എന്റെ മനസ്സിലുള്ളത് വാലിന്റെ സദസ്സിൽ നിന്ന് നോക്കിയിട്ട് അതിന്റെ മറുപടി പറഞ്ഞു. ഞാൻ അതിന്റെ മനസ്സിലുള്ളത് പറഞ്ഞതാണോ എന്ന് സംശയിച്ചപ്പോ എന്റെ പേര് വിളിച്ചിട്ടാ പറഞ്ഞത്. അബൂബക്കറേ, നീ സംശയിച്ചു വന്ന കാര്യം, ആ കാര്യത്തിന്റെ മറുപടി എന്ന നിലക്ക് മനസ്സിലുള്ളത് നോക്കിയിട്ട് എന്നോട് പറയാണ്, സഹാബത്തിന്റെയും 3 നൂറ്റാണ്ടിൽ കഴിഞ്ഞു പോയവരുടെയും വിശ്വാസമാണ് നമ്മളെ വിശ്വാസം. അതാ സുന്നത്ത് ജമാഅത്ത്. അബൂബക്കറേ, എന്റെ മനസ്സിലുള്ളത് നോക്കിയിട്ട് അതാ പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് നിന്റെ വീട്ടിൽ പോയിക്ക് അബൂബക്കറേ, നിന്റെ ബാപ്പ വന്നിട്ടുണ്ട്. ബാപ്പനെ കുറെ ദിവസമായില്ലേ ബാപ്പ പോയിട്ട്, ബാപ്പ വന്നിട്ടുണ്ട്. ഞാൻ ചെന്നും ബാപ്പ വന്നിട്ടുണ്ട്. ഈ നില
നിലക്ക് മനസ്സിലുള്ളത് പോലും അറിഞ്ഞവരാണ് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. അത് സിയറു അലാമിൻ നുബല എന്ന ഗ്രന്ഥത്തിൽ വഹബി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനത്തെ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പോലും അസ്സാഫിയ്യ ഫഹുസിറതൽ ഹംദലിയ ബിലാ ഹജറിൻ ലി തഹ്തബിൽ ഖൈറൈനി മുതദിലാ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു സ്വീകരിച്ച് ജീവിച്ചു. ഏത് മദ്ഹബും നാലിൽ ഏതും സ്വീകരിക്കാമെന്ന് ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടി പിന്നെ ഹംബലി മദ്ഹബ് അനുസരിച്ച് ജീവിച്ചു. സഹോദരന്മാരെ, ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും നാലിൽ ഒരു മദ്ഹബ് സ്വീകരിച്ചവര് തന്നെ. 3 നൂറ്റാണ്ടിന് ശേഷമുള്ളവര് നാലിൽ ഒരു മദ്ഹബ് സ്വീകരിച്ചവര് തന്നെ. അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് നിസ്കാരം ബാത്തിലാക്കാൻ, നോമ്പ് ബാത്തിലാക്കാൻ, അങ്ങനെയല്ലേ ഇമാമിങ്ങളെ തള്ളിയിട്ട് ജുമന്റെ ഭാഷ മാറ്റി, ഖുത്ബന്റെ ഭാഷ മാറ്റി. സുബ്ഹാനല്ലാഹ്, 4 മദ്ഹബിലും തറാവീഹ് 20 ഹദീസ് ഞങ്ങൾ പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ട് വിത്റിനെ സംബന്ധിച്ചും തഹജ്ജുദിനെ സംബന്ധിച്ചും വന്ന ഹദീസ് അത് അല്ലാഹുവിന്റെ റസൂല് അതാ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് നിസ്കരിച്ച നിസ്കാരമാണ്. അവിടുത്തെ വിത്റും തഹജ്ജുദും എന്ന് ഇബ്നു തൈമിയ്യ തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഫതാവയിൽ. അത് 11 റകഅത്താണ് ഏറ്റവും കൂടുതലായി നിസ്കരിച്ചതെന്ന് ഇബ്നു തൈമിയ്യ തന്നെ പറയുന്നുണ്ട്. എന്നാൽ ആയിഷ ബീവിയും അത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഖുലഫാഉർ റാഷിദീങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ തറാവീഹ് നിസ്കരിക്കുന്നത് കണ്ടതാണ്. അവർ 20 റകഅത്താണ് നിസ്കരിച്ചത്. അത് സഹീഹായ നിലക്ക് സ്ഥിരപ്പെട്ടതാണെന്ന് അതും ഇബ്നു തൈമിയ്യ പറയുന്നുണ്ട്. ആ സഹാബത്ത് നിസ്കരിച്ച 20 മഹാന്മാരായ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും പിന്തുടർന്നിട്ട് 20 കുറഞ്ഞ തറാവീഹ് ഇല്ലെന്ന് 4 ഇമാമികളും പറയുമ്പോൾ ഇവര് ഹദീസ് പരിശോധിച്ചോളൂ. പരിശോധിച്ചിട്ടോ വിത്തറിന്റെ ഹദീസ്, ഉറക്കിന്റെ ശേഷം നിസ്കരിച്ച നിസ്കാരത്തിന്റെ ഹദീസ്, ഉറക്കിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിച്ച നിസ്കാരത്തിന്റെ ഹദീസാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അതാ തറാവീഹിന്റെ എണ്ണം മാറ്റിയില്ലേ, വെട്ടിച്ചുരുക്കിയില്ലേ. അതല്ലേ കഅബത്തിനടുക്കലും മദീനയിലും നടക്കുന്നതിന് വിരുദ്ധമായി ഇവരത് ആ തറാവീഹിന്റെ എണ്ണം ചുരുക്കിയില്ലേ. ആ ഹദീസ് ഇമാമികൾ കാണാഞ്ഞിട്ടാണോ? ഇമാമികൾക്കറിയാം അവർ പറയുന്ന ഹദീസ് വിത്റിന്റേതാണ്. അതുകൊണ്ടല്ലേ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അബ്വാബുൽ വിത്റിലല്ലേ ആ ഹദീസ് കൊണ്ടുവന്നത്. ഇമാം ബുഖാരിക്ക് ആ ഹദീസ് കിട്ടിയത് തന്നെ മാലിക് ഇമാമിന്റെ ശിഷ്യന്മാര് മുഖേനയല്ലേ. അപ്പൊ ആ ഹദീസ് മാലിക് ഇമാം കണ്ടിട്ടുണ്ട്. ഷാഫി ഇമാം മുവത്ത മാലിക് ഇമാമിന്റെ അടുക്കുന്ന ഓതിയിട്ട് ഷാഫി ഇമാമും കണ്ടിട്ടുണ്ട്. ഷാഫി ഇമാമിന്റെ അടുക്കുന്ന മുവത്ത അഹ്മദ് ബിൻ ഹംബൽ ഓതിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരും കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്കൊക്കെ അറിയാം ആ ഹദീസ് വിത്റിനെ കുറിച്ചാണ്. പക്ഷേ മൗലവിമാര് പരിശോധിക്കാൻ ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു? ഇസ്ലാമിലെ നിസ്കാരം 12 റകഅത്ത് വെട്ടിയെന്ന് നുറുക്കി. ദീനിന് ഇവര് വെച്ച നാശം, വരുത്തി വെച്ച നാശം എത്രയാണ്? സഹാബത്ത് 2 ബാങ്ക് കൊടുത്ത് ജുമാ നിസ്കരിച്ചു. അത് ഇന്നും മക്കയിലും മദീനയിലും തുടരുന്നു. ഇവരത് വിദേഹത്താണെന്നും പറഞ്ഞിട്ട് സഹാബത്തിനെ മുഖത്തതികളാക്കി ചിത്രീകരിച്ചുകൊണ്ട് അവരെ നശിപ്പിച്ചില്ലേ. 4 മദ്ഹബും ഇവിടെ പഠിപ്പിച്ച് 3 തലാക്കില്ല, 3 പോകുമെന്ന് ഇവര് പറഞ്ഞു. 1 പോകുള്ളൂ. അതാ വ്യഭിചാരം ചെയ്യിപ്പിച്ചില്ലേ ജനങ്ങളെ കൊണ്ട്? 1 പോകുന്നു 10 വ്യഭിചാരം ചെയ്യിപ്പിച്ചില്ലേ ഈ കക്ഷികൾ? 3 തലാക്കില്ല, 3ആണെന്ന് 4 മദ്ഹബുമല്ലേ? ആ ഇമാമിങ്ങളെ തള്ളിയിട്ട് 1 പോകുന്നും പറഞ്ഞിട്ട് കല്യാണം കഴിച്ച് അതാ തലാക്കിയില്ലേ പെണ്ണിനെ മടക്കിയെടുത്തിട്ട് അല്ലെങ്കിൽ നിക്കാഹ് ചെയ്തിട്ട് സുബ്ഹാനല്ലാഹ് കടുത്ത വ്യഭിചാരം ചെയ്യിപ്പിക്കുകയല്ലേ ഇവർ ചെയ്യുന്നത്. 4 മദ്ഹബ് തള്ളിയിട്ട് ഇവരുണ്ടാക്കിയ നാശത്തിന് അതിരും കണക്കുമുണ്ടോ സഹോദരന്മാരെ? അതുകൊണ്ട് അല്ലാഹുവിനെ ഭയപ്പെടുന്ന മുസ്ലിമീങ്ങള്, ആ മഹാപണ്ഡിതന്മാർ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിനെ പോലെ, ഇമാം നവവിയെ പോലെ, ഇമാം ബുഖാരിയെ പോലുള്ള പണ്ഡിതന്മാരെ പിന്തുടരുന്ന ലോക പ്രശസ്ത പണ്ഡിതരായ 3 നൂറ്റാണ്ടിൽ ജീവിച്ച പണ്ഡിതന്മാർ, 4 മദ്ഹബിന്റെ ഇമാമികൾ, അവരെ കാലഘട്ടം നിങ്ങൾക്കറിയില്ലേ? അതൊരു ചെറിയ കാലമാണോ? അതേതാണ് ആ കാലം? അത് മുജാഹിദുകൾ തന്നെ അതാ ഇപ്പോൾ എഴുതി വെക്കേണ്ടി വന്നില്ലേ? അവര് തന്നെ എഴുതിയില്ലേ? അവരെ വിചിന്തനത്തിൽ അതാ എഴുതുന്നു. ഇമാം അബൂ ഹനീഫ ഹിജ്റ 150 ഹിജ്റ 80 ജനിച്ചു. അപ്പൊ എത്ര സഹാബികളുണ്ട് ലോകത്തിൽ? 150 വഫാത്തായി. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു 93 ജനിച്ചു, 179 വഫാത്തായി. ഇമാം ഷാഫിഈ ഹിജ്റ 150 ജനിച്ചു, 204 വഫാത്തായി. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു 164 ജനിച്ചു, 241 വഫാത്തായി. ഇപ്പൊ 300 കൊല്ലമാകുന്നതിന് മുമ്പ്, 3 നൂറ്റാണ്ടിന് മുമ്പ് എല്ലാവരും വഫാത്തായ മഹാന്മാരാണ്. ആ മഹാന്മാരെ പറ്റി ഇപ്പോൾ അവര് തന്നെ നമ്മൾ തെളിവുകൾ കൊണ്ടുപോയി നിരത്തിയപ്പോ ഇപ്പൊ അവര് തന്നെ അതാ ഇതിൽ എഴുതുന്നത് നിങ്ങൾക്ക് കേൾക്കണോ? ഇമാമിങ്ങളെ പറ്റി എഴുതുന്നു. എന്താ എഴുതുന്നത്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം 3 പതിറ്റാണ്ടുകളോളം ഖുലഫാഉർ റാഷിദുകളുടെ ഭരണമായിരുന്നുവല്ലോ. ഈ കാലം അത്രയും ഖുർആൻ മനപ്പാടമുള്ള നബിയുടെ കൂടെ ജീവിതം കഴിച്ചുകൂട്ടിയ സഹാബികളാണ് ഫത്വകൾ നൽകിയിരുന്നത്. സഹാബികളിൽ പ്രമുഖരായ ഉമർ, അലി, ഇബ്നു മസ്ഊദ്, ആയിഷ, സയ്യിദ് ഇബ്നു സാബിത്ത്, ഇബ്നു അബ്ബാസ്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹും എന്നിവരെല്ലാം ഇതേ രീതിയിൽ ഖുർആനും സുന്നത്തും അനുസരിച്ച് ദീനീ വിധികൾ പ്രസ്താവിച്ചു. അവർ പ്രസ്താവിച്ചോ മറ്റുള്ളവരെന്ത് ചെയ്തു? അവരെന്നെ പരിശോധിക്കാൻ പോയോ? അവരതനുസരിച്ച് സ്വീകരിക്കുകയും ചെയ്തില്ലേ? ഇനി കേട്ടോ, ഖുലഫാഉർ റാഷിദീങ്ങൾക്ക് ശേഷം ഹിജ്റ 132 വരെ അമവികളായിരുന്നു ഭരണാധികാരികൾ. അമവി ഭരണത്തിന്റെ ഉത്തരാർദ്ധത്തിലും അബ്ബാസി ഭരണത്തിന്റെ പൂർവാർദ്ധത്തിലുമാണ് മദ്ഹബുകൾ രൂപമെടുക്കുന്നത് എന്ന് പറഞ്ഞ മദ്ഹബിന്റെ ഇമാമികളെ കൊല്ലൊക്കെ അവർ വിവരിച്ചത്. പിന്നെ പറയാണ്, ഈ കാലഘട്ടത്തിൽ കർമ്മശാസ്ത്രം വികാസം പ്രാപിച്ചു. ഖുർആനിലും സുന്നത്തിലും അറബി ഭാഷയിലും വ്യുൽപ്പത്തി നേടിയ പ്രതിഭാധനരായ പണ്ഡിതന്മാർ ഇജ്തിഹാദ് നടത്തി. പിൽക്കാലത്ത് അത് മദ്ഹബുകളായി അറിയപ്പെട്ടു. ഇന്ന് പ്രചാരം നേടിയിട്ടുള്ളത് 4 മദ്ഹബുകളാണെങ്കിലും ഇവക്ക് പുറമെ സൗരി, ഔസായി, ലൈസ്, ഇബ്നു ജരീർ, ദാവൂദ് ളാഹിരി എന്നിവരും മുജ്തഹിദുകളായിരുന്നു. എന്നാൽ ഇവക്കൊന്നും ജനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്താനോ ശിഷ്യഗണങ്ങളെ സമ്പാദിക്കാനോ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അവരത് ക്രോഡീകരിച്ചിട്ടില്ല. മാത്രമല്ല, അവരെ പറഞ്ഞതൊക്കെ ഇന്ന് അല്ല ഉൾപ്പെട്ടിട്ടുണ്ട്. അവിടെ ക്രോഡീകരിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. എന്നതിന് ശേഷം കേട്ടോളൂ, മഹാന്മാരായ ഈ ഇമാമിയങ്ങൾ മുസ്ലിം ലോകത്തിന് ചെയ്ത സേവനങ്ങൾ അതിമഹത്തായതാണ്. ഇസ്ലാമിക നിയമങ്ങൾ അനായാസം കൈകാര്യം ചെയ്യാനും ദീനീ വിധികൾ എളുപ്പത്തിൽ ഗ്രഹിക്കുന്നതിനും പിൻതലമുറക്ക് സാധിച്ചത് ഇവരുടെ അശ്രാന്ത പരിശ്രമ ഫലമായിട്ടാണ്. ഈ മഹാത്മാക്കളെ തള്ളിപ്പറയാനോ ഇവരുടെ സേവനങ്ങളെ ചെറുതായി കാണാനോ ഒരു മുസ്ലിമിനും സാധ്യമല്ല. അപ്പൊ ഉമർ മൗലവി ആരാ? ഉമർ മൗലവിയല്ലേ പറഞ്ഞ 4 മദ്ഹബ് മുസീബത്താണ്. സുബ്ഹാനല്ലാഹ്. ഒരു ദീനീ വിദ്യാർത്ഥിക്ക് അത്ഭുതത്തോടെയല്ലാതെ അവരുടെ ചരിത്രം നോക്കിക്കാണാനും സാധ്യമല്ല. അപ്പൊ അവരെന്നെ സമ്മതിച്ച്, അതിന്റെ പേരാണ് ഏത്തടിക്കല്. അവരെന്നെ സമ്മതിച്ച് ഇപ്പോ ഇമാമിങ്ങൾ ഭയങ്കരാണ്, അവര് പറഞ്ഞൊക്കെ ദീനാണ്. എന്തിനായിരുന്നു ഇമാമിങ്ങളെ സംബന്ധിച്ച് മദ്ഹബ് മുസീബത്താണ് എന്ന് പറഞ്ഞിട്ട് ഈ നാട്ടിൽ മുഴുവൻ കുഴപ്പമുണ്ടാക്കിയത്? വരും അവരെ വിചിന്തനം നോക്കിയാൽ ഞാൻ വായിച്ചത്. അപ്പൊ സഹോദരന്മാരെ, നാട്ടിൽ കുഴപ്പമുണ്ടാക്കി ദീന് നശിപ്പിക്കാന്നല്ലാതെ ഇവർക്ക് യാതൊരു ലക്ഷ്യവുമില്ല എന്ന് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹു ജല്ല ജലാലുഹു ഹഖ് ഹഖായി മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിച്ച് മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, നിങ്ങളുടെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസ് ആക്കണം റഹ്മാനേ. സിറാജുൽ ഹുദ എന്റെ സഹോദരിമാരോട് ഞാൻ പറയേണ്ടതില്ല. ആ മഹത്തായ സ്ഥാപനത്തിന് നിങ്ങളൊക്കെ എപ്പോഴും അതിന്റെ തുടക്കം മുതൽ തന്നെ സഹായിച്ചവരാണ്. എല്ലാവരും ഒരു പ്രവർത്തിച്ചവരുമാണ് സുന്നികൾ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങളെല്ലാം ഇനിയും സഹായിക്കണം, സഹകരിക്കണം. നമ്മുടെ മഹത്തായ സ്ഥാപനം അൽഹംദുലില്ലാഹ് അള്ളാഹു അതിന്റെ കീഴിൽ ഒരുപാട് സംഗതികൾ തന്നിട്ടുണ്ട്. സൗദി അറേബ്യയിൽ നിന്ന് നമ്മുടെ റസീവർ വിളിച്ചിട്ട് പറഞ്ഞു, ഒരാള് മക്കളിലായിട്ട് നേർച്ചയാക്കിയിരുന്നു, അദ്ദേഹത്തിന് കുട്ടിയായി 500 റിയാൽ തന്നിട്ടുണ്ട്, നേർച്ചയാക്കിയത് വകയിൽ തന്നിട്ടുണ്ട്. വേറൊരാള് അദ്ദേഹത്തിന് ഒരു 10-25 ലക്ഷം ഉറുപ്പിക അത് കിട്ടാനുണ്ട്. ഒരാൾക്ക് നഷ്ടപ്പെട്ടു, ഒരാൾക്ക് കയ്യിലായിട്ട്. അത് കിട്ടിയാൽ 4 സിറാജുൽ ഹുദയിലേക്ക് ഒരു നേർച്ചയാക്കിയിട്ടുണ്ട്. അള്ളാഹു തആല അത് എളുപ്പാക്കട്ടെ. നമുക്ക് ഭയങ്കര കടമുണ്ട്. അള്ളാഹു അങ്ങനത്തെ ഒന്നും പോയി തുറക്കണം, എന്നാലേ കടങ്ങളൊക്കെ വീട്ടുള്ളൂ. ഇവിടെ തന്നെ എത്ര ആളുകൾക്ക് അനുഭവങ്ങളുള്ളവരുണ്ടല്ലോ. ഇവിടുന്ന് ഒരാൾ ഒരിക്കലും എന്നിട്ട് പറഞ്ഞ്, എൻ്റെ മകളെ കുട്ടി വയറ്റിൽ തല തിരിഞ്ഞിട്ടാണുള്ളത്, ഡോക്ടർ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഭയങ്കര ബേജാറില്ല. ഞാൻ പറഞ്ഞു, അവരത് നോക്കേണ്ടത്, അത് അല്ലല്ലേ ചെയ്യേണ്ടത്. സിറാജിലേക്ക് അവർ നേർച്ച ചെയ്തു. അൽഹംദുലില്ലാഹ് ആ കുട്ടി നാളെ സുഖസുന്ദരമായിട്ട് പ്രസവിച്ചിട്ട് വരുന്ന സമയത്ത് സിറാജിൽ ഒരു നേർച്ച കൊടുത്തിട്ടുണ്ട്. അവർ തിരിച്ചിലേക്ക് വന്നു. ഇവിടെ അടുത്തുള്ള ഒരു കൂട്ടുകാർ. അങ്ങനെ എത്ര അത്ഭുതങ്ങൾ അള്ളാഹു ആ സ്ഥാപനത്തിന് തന്നു. അൽഹംദുലില്ലാഹ് അത് അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഒരു മാസത്തിൽ 2 ലക്ഷം റുപ്യോളം നമുക്ക് നേർച്ച കിട്ടാറുണ്ടായിരുന്നു. നാദാപുരത്ത് വന്ന് പാട്ടുപാടുന്ന മൗലവി വന്ന് അത് ഗൈനക്കോളജിക്കൽ കറാമത്ത് കേന്ദ്രം, അതുപോലെ മൂത്രക്കല്ലുവരിക്കൽ കറാമത്ത് കേന്ദ്രം എന്നൊക്കെ പറഞ്ഞ് സിറാജുൽ ഹുദയെ പരിഹസിച്ച് സ്വീപ്പാക്കി പ്രസംഗിച്ചപ്പോ മുജാഹിദീങ്ങൾക്കും തോന്നി അവിടെ എന്തോ ഒരു അത്ഭുതം ഉണ്ട്. ഇപ്പൊ അവരും നേർച്ചയാക്കുന്നുണ്ട്. ഇപ്പൊ അടുത്തൊരു 1000 റുപ്യോ അല്ലെ ഒരാഴ്ച കരിയോ 2-1 കൃത്യമായിട്ട് ഓർമ്മയില്ല, 2-1 നേർച്ചയാക്കിയിട്ട് ഒരു മുജാഹിദ് നേർച്ചയാക്കിയിട്ട് എന്നോട് പറഞ്ഞു, എന്നോട് വിളിച്ചു പറഞ്ഞു, റസീവർ വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു 2 രോഗവും, അദ്ദേഹത്തിന്റെ മനസ്സിന്റെ രോഗവും അല്ലാത്ത രോഗവും 2 അല്ല മാറ്റട്ടെ എന്ന് പറഞ്ഞു. അപ്പോ അവരും നേർച്ചയാക്കുന്നുണ്ട് ഇപ്പോ. അതുകൊണ്ട് ഇപ്പൊ 3 ലക്ഷം റുപ്യ ഒരു മാസത്തിൽ നേർച്ച കിട്ടുന്നുണ്ട്. അയാൾ നാളാകത്ത് വരുന്ന സമയത്ത് 2 കിട്ടാറുണ്ടായിരുന്നു, ഇപ്പൊ 3 കിട്ടുന്നുണ്ട്. പക്ഷെ അവിടെ നമുക്ക് മതിയാവില്ല. നമുക്ക് 10-15 ലക്ഷം റുപ്യ ഒരു മാസത്തിൽ അവിടെ ചെലവിന് വേണം.
അള്ളാഹു എല്ലാം വീട്ടിൽ തരട്ടെ. എല്ലാവരും എപ്പോഴും ദുആ ചെയ്യണം. അള്ളാഹു ഞങ്ങളെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസ് ആക്കണം റഹ്മാനെ.